ബാഡ്ജ് കൂത്തില്ല. ബാഡ്ജ് എന്താണ് തൽക്കാലം വേഗം സമയം മറന്നു കുത്ത ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ നാണക്കേട്. ഓം ശാന്തി. 17/6/2022. സാരില്ലേ ओम शांति. 17/6/2022. बाबा कहते, मीठे बच्चे, याद में रह अपने विकर्मों के प्रायश्चित करो, विकर्माजित बन जाएंगे, पुराना सब हिसाब किताब चुप्त हो जाएंगे. बाबा പറയാണ് ഡിസ്റ്റർബൻസ് അറിയത്തെ ഡിസ്റ്റർബൻസ് ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഓർമ്മയിലിരുന്ന് തന്റെ വികർമ്മങ്ങളുടെ പ്രായശ്ചിത്തം ചെയ്യും. അപ്പോൾ വികർമാജിത്തായി മാറുവാൻ സാധിക്കും. അപ്പൊ വികർമ്മങ്ങളുടെ പ്രായശ്ചിത്തം എന്താണ്? വികർമ്മങ്ങളുടെ പ്രായശ്ചിത്തമാണ് ബാബയുടെ ഓർമ്മയിലിരിക്കുക. അപ്പൊ ബാബയുടെ ഓർമ്മയിലിരുന്ന് തന്റെ വികർമ്മങ്ങളുടെ പ്രായശ്ചിത്തം ചെയ്യൂ. അപ്പോൾ വികർമാജിത്തായി മാറാൻ കഴിയും. പുരാണേ സബ് ഹിസാബ് കിതാബ് ചുപ്ത് ഹോ ജായെംഗെ. എല്ലാ കർമ്മക്കണക്കുകളും അവസാനിക്കും. ചോദ്യം, കിൻ ബച്ചോ സെ ഹർ ബാത് കാ ത്യാഗ് സഹജ് ഹോ ജാതാ ഹൈ? ഏത് കുട്ടികൾക്കാണ് ഓരോ കാര്യത്തിന്റെയും ത്യാഗം സഹജമാകുന്നത്? ഏത് കുട്ടികൾക്കാണ് ഓരോ കാര്യത്തിന്റെയും ത്യാഗം സഹജമാകുന്നത്? ബാബ പറയുന്നു, जिन बच्चों के अंदर से वैराग्य आता है वो हर बात का त्याग सहज ही कर लेते हैं. ഏത് കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വൈരാഗ്യം ഉണ്ടാകുന്നു അവർ ഓരോ കാര്യത്തിന്റെയും ത്യാഗം സഹജമായി ചെയ്യുന്നു. ഉള്ളിൽ നിന്നും വൈരാഗ്യമുള്ള കുട്ടികൾക്ക് അല്ലെ, ആ വൈരാഗ്യവൃത്തിയുള്ള കുട്ടികൾക്ക് ത്യാഗം സഹജമാണ്. ഏത് കാര്യത്തിലും അവർക്ക് ത്യാഗം ചെയ്യാൻ സാധ്യമാകും, സഹജമായിട്ട് സാധിക്കും. तुम बच्चों के अंदर अब ये इच्छाएं नहीं होनी चाहिए कि ये पहनूं, ये खाऊं, ये करूं. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഈ ഇച്ഛകൾ ഉണ്ടാകാൻ പാടില്ല. അല്ലെ, ഇതുപോലെയുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെ, അതുപോലെയുള്ള നല്ല നല്ല ഫുഡുകൾ, നല്ല വിഭവങ്ങൾ കഴിക്കണം, അല്ലെ, ഇത് ചെയ്യണം, അത് ചെയ്യണം. അങ്ങനെ എന്താണ് നമ്മുടെ ഉള്ളില് ഈ സമയത്ത്, കാരണം ബാബ എപ്പോഴും പറയും നമ്മൾ വനവാസത്തിലാണെന്ന്. അത് കാരണം അങ്ങനെ നമുക്ക് വളരെ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, ഇത് കഴിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പാടില്ല. ദേഹസഹിത് പുരാണി ദുനിയാക്കി കഹി ത്യാഗ കർണാഹി. ദേഹസഹിതം മുഴുവൻ പഴയ ലോകത്തിന്റെയും ത്യാഗം ചെയ്യണം. ബാപ്പായേ ഹേ തുമേ ഹത്തേലി പർ ബഹിഷ്ത് ദേനെ തോ ഇസ് പുരാണി ദുനിയാ സെ ബുദ്ധിയോഗ് ഹട്ട് ജാന ചാഹിയേ. ബാബ വന്നിരിക്കുന്നത് തന്റെ കൈകളിൽ കുട്ടികൾക്കായിട്ട് സ്വർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെ, ആ സ്വർഗരാജ്യഭാഗ്യം കുട്ടികൾക്ക് നൽകുവാനായിട്ടാണ് ബാബ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഴയ ലോകത്തിൽ നിന്നും നമ്മുടെ ബുദ്ധിയോഗം അകറ്റണം. അപ്പോ അല്ലെ, ഏത് കുട്ടികൾക്കാണ് സഹജമായിട്ട് ഓരോ കാര്യത്തിലും ത്യാഗം ചെയ്യാൻ കഴിയുന്നത്? അല്ലെ, ഉള്ളിൽ നിന്നും വൈരാഗ്യമുള്ള കുട്ടികൾക്കാണ് ഓരോ കാര്യത്തിലും സഹജമായിട്ടുള്ള ത്യാഗം സാധ്യമാകുന്നത്. കുട്ടികളുടെ ഉള്ളിൽ ഈ സമയത്ത് അല്പകാലത്തെ ഒരു ഇച്ഛകളും പാടില്ല. അല്ലെ, ഇത് ധരിക്കണം, ഇത് കഴിക്കണം, ഇത് ചെയ്യണം. അല്ലെ, ബാബ പറയാണ്, ദേഹസഹിതം
മുഴുവൻ പഴയ ലോകത്തിന്റെയും ത്യാഗം ചെയ്യണം. ബാബ വന്നിരിക്കുകയാണ് അല്ലെ, കൈകളില് സ്വർഗവുമായിട്ട്. അപ്പോൾ പഴയ ലോകത്തിൽ നിന്ന് നമ്മുടെ ബുദ്ധിയോഗത്തെ അകറ്റണം. ഗീതം മാതാ ഓ മാതാ തൂഹേ ഭാഗ്യവിദാത. ഇന്നത്തെ മുരളി ബാബ ജഗദംബയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ജഗദംബ എല്ലാ അമ്മമാരുടെയും റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ എന്താണ് ഗീതം? മാതാ ഓ മാതാ, നീയാണ് ഭാഗ്യവിദാത. ഓം ശാന്തി. बच्चों ने अपनी माँ की महिमा सुनी, बच्चे तो बहुत हैं, समझा जाता है बरोबर, बाप है तो जरूर माँ भी है. അല്ലെ, കുട്ടികള് തന്റെ അമ്മയുടെ മഹിമ കേട്ടു അല്ലെ. നിറയെ കുട്ടികളുണ്ട് അല്ലെ, ഒരുപാട് മക്കളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അച്ഛനുണ്ട്, അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ട്. രചന के लिए माता जरूर होती है. രചന നടത്തണമെങ്കിൽ അമ്മ ആവശ്യമാണ്. ഭാരത് में माता के लिए बहुत अच्छी महिमा गाई जाती है. ഭാരത ഭൂമിയില് അല്ലെ അമ്മയ്ക്ക്, മാതാവിന് വളരെയധികം മഹിമയാണ് പാടുന്നത്. ബഡാ മേള ലഗ്താ ഹെ ജഗദംബ കാ. ജഗദംബയുടെ വലിയ മേളകളാണ് നടക്കുന്നത്. कोई न कोई प्रकार के से माँ की पूजा होती है. ഏതെങ്കിലും പ്രകാരത്തിൽ അമ്മയുടെ പൂജ, മാതാവിന്റെ പൂജ നടക്കുന്നുണ്ട്. ബാപ് കി ബി ഹോത്തി ഹെ. അച്ഛന്റെയും പൂജയുണ്ട്. പക്ഷെ എന്താണ്? അമ്മയുടെയും പൂജ നടക്കുന്നുണ്ട്. ഏ ജഗദംബ ഹെ തോ വോ ജഗത് പിതാ ഹെ. അല്ലെ, മമ്മ ജഗദംബയാണെങ്കിൽ അല്ലെ ബ്രഹ്മബാബ ആരാണ്? ജഗത് പിതാവാണ്. ജഗദംബ സാകാർ മേ ഹെ തോ ജഗത് പിതാ ബി സാകാർ മേ ഹെ. ജഗദംബ സാകാരത്തിലുണ്ടെങ്കിൽ അല്ലെ അതേപോലെ തന്നെ ജഗത് പിതാവും സാകാരത്തിലുണ്ട്. ഇൻ ദോനോ കോ രചയിത ഹി കഹെങ്കെ. രണ്ട് കൂട്ടരെയും രചയിതാവ് എന്നാണ് വിളിക്കുന്നത്. യഹാ തോ സാകാർ ഹെ ന, തോ നിരാകാർ കോ ഹി കഹ ജാത്ത ഹെ ഗോഡ് ഫാദർ. അപ്പൊ ഇവിടെ ജഗത് പിതാവും ജഗത് മാതാവും രണ്ടു പേരും അല്ലെ സാകാര ശരീരധാരികളാണ്. അല്ലെ, ബാബ പറയാണ് രണ്ടുപേരെയും രചയിതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ നമുക്കറിയാം നിരാകാരിയായിട്ടുള്ള ഭഗവാനാണ് ഗോഡ് ഫാദർ. മദർ ഫാദർ കാ രാജ് സംജായ ഗയാ ഹെ. ബാബ നമ്മൾ കുട്ടികൾക്ക് അച്ഛന്റെയും അമ്മയുടെയും രഹസ്യം മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ചോട്ടി മാബി ഹെ വടി മാബി ഹെ. ചെറിയ അമ്മയുണ്ട്, വലിയ അമ്മയുണ്ട് അല്ലെ. ബൃഹത്തായ അമ്മയുണ്ട്. ബ്രഹ്മ ബാബ ബൃഹത്തായ അമ്മയാണ്, വലിയ അമ്മയാണ് അല്ലെ. ചെറിയ അമ്മ ആരാണ്? ചെറിയ അമ്മയാണ് മമ്മ. മഹിമ ചോട്ടി മാക്കി ഹെ. മഹിമ മുഴുവൻ ചെറിയ അമ്മയ്ക്കാണ്. വെൽ അഡോപ്റ്റ് കർത്തേ ഹെ മാക്കോ അഡോപ്റ്റ് കിയാ ഹെ. അല്ലെ, തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അമ്മയെ ഇവിടെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ബാബ ഈ സമയത്ത് ബ്രഹ്മ ബാബയാകുന്ന അമ്മയെയും അഡോപ്റ്റ് ചെയ്യുന്നു, ജഗദംബയെയും അഡോപ്റ്റ് ചെയ്യാണ്. ഏ ബഡി മാ ഹോ ഗയി. പക്ഷെ ബ്രഹ്മ ബാബയെ ഈ ജ്ഞാനം നൽകാൻ വേണ്ടിയിട്ട് ശ്രീബാബ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. അപ്പോ നിരാകാരിയായ ശ്രീബാബയുടെ സ്ത്രീയാണ് അല്ലെ ആര്? ബ്രഹ്മ ബാബ. തോ ഏ ബഡി മാ ഹേ അല്ലെ. പക്ഷെ നമ്മുടെ ബൃഹത്തായ അമ്മയാണ്, വലിയ അമ്മയാണ്. പരന്തു മഹിമാ സാരി ചോട്ടി മാക്കി ഹേ. പക്ഷേ മേളകൾ നടക്കുന്നതും അല്ലെ മഹിമകൾ മുഴുവൻ പാടുന്നത് ആരെയാണ്? കൊച്ചു അല്ലെ ചെറിയ അമ്മയ്ക്കാണ് മഹിമ പാടുന്നത്. അതായത് ജഗദംബയുടെ മഹിമയാണ് പാടുന്നത്. ये भी बच्चे जानते हैं हर एक को अपने कर्मभोग का हिसाब किताब चुकता करना है. ഇവിടെ കുട്ടികൾക്ക് അറിയാം ഓരോരുത്തർക്കും തന്റെ കർമ്മ കണക്കുകൾ തീർക്കണം. क्योंकि വികർമ്മ ജീത് ദേ ഫിർ രാവൺ ने വികർമ്മി ബനാ ദിയ. നമ്മള് വികർമാജീത്ത് ആയിരുന്നു, പക്ഷെ ഈ രാവണനാണ് നമ്മളെ വികർമ്മിയാക്കി മാറ്റിയത്. വികർമ്മ സംബന്ധ ബി ഹേ തോ വികർമാജീത്ത് സംബന്ധ ബി ഹേ അല്ലെ. ആ വികർമ്മയുടെ ആ കാലഘട്ടവും ഉണ്ട് അല്ലെ. പിന്നെന്താണ്? വികർമാജീത്തിന്റെ കാലഘട്ടവുമുണ്ട്. അപ്പൊ വികർമാജീത്തിന്റെ വംശമുണ്ട്, വികർമാജീത്തിന്റെ കാലഘട്ടമുണ്ട്, അതേപോലെ വികർമ്മം ചെയ്യുന്നവരുടെയും കാലഘട്ടമുണ്ട്. പേലെ ആദാ കൽപ്പ് വികർമാജീത്ത് കഹിങ്കെ അല്ലെ. സൃഷ്ടിയുടെ ആദ്യത്തെ പകുതി കൽപ്പം
അതായത് പകുതി കൽപ്പം എന്ന് പറഞ്ഞാൽ സത്യയുഗം, ത്രേതായുഗം വികർമാജിത് ആത്മാക്കളാണ്. ബാക്കി അരകൽപ്പകാലം വികർമ്മികളുടെ അല്ലെ ആ വംശം ആരംഭിക്കുകയാണ്. അതായത് വികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും വികർമ്മികളായിട്ട് മാറിക്കഴിഞ്ഞു. അരകൽപ്പകാലം പിന്നെ വികർമ്മികളാണ്. तो अभी तुम बच्चे विकर्मों पर जीत पाकर विकर्माजीत बनते हो. ഈ സമയത്ത് നമ്മൾ കുട്ടികൾ വികർമ്മങ്ങളുടെ മേലെ വിജയം പ്രാപ്തമാക്കി വികർമാജീത്തായിട്ട് മാറുകയാണ്. പാപ് ജോ ഹെ ഉൻകാ योग बल से प्रायश्चित करते हैं. അല്ലെ, പാപങ്ങൾ ചെയ്യുമ്പോൾ ആ പാപങ്ങളെ എങ്ങനെ നീക്കാൻ സാധിക്കും? യോഗ ബലത്തിലൂടെ പ്രായശ്ചിത്തം ചെയ്യാണ്. യോഗം ചെയ്താണ് പ്രായശ്ചിത്തം ചെയ്യുന്നത്. പ്രായശ്ചിത്ത ഹോത്താ ഹി ഹെ യാദ് സേ. ബാബ പറയാണ്, പാപങ്ങളുടെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പാപങ്ങൾ ഭസ്മമാക്കാനുള്ള ഏക വഴി ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമാണ്. ജോ ബാബ് സംജാത്തെ ഹെ ബच्चे യാദ് കരോ തോ പാപോം കാ പ്രായശ്ചിത്ത ഹോ ജായേഗാ. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങളുടെ പ്രായശ്ചിത്തം ഉണ്ടാകുന്നു. അർത്ഥാത് കട്ട് ഉത്തർ ജായി. അതിന്റെ അർത്ഥം എന്താണ്? അല്ലെ, ആത്മാവിലെ പാപത്തിന്റെ ചുമട് ഇറക്കി വെക്കാൻ കഴിയുന്നു. അല്ലെ, ആത്മാവിലെ ജന്മജന്മാന്തരങ്ങളില് അല്ലെ ആ പഞ്ചവികാരങ്ങളുടെ സംസ്കാരം അല്ലെ ആ തുരുമ്പ് അല്ലെ കളയാൻ സാധിക്കുന്നു. സിർപ്പർ പാപോം കാ ബോജ് ബഹുത് ഹെ. അല്ലെ, നമ്മളുടെ തലയില് പാപങ്ങളുടെ ഭാരം ഒരുപാടുണ്ട്. ജന്മജന്മാന്തർക്ക എത്രമാത്രം പാപഭാരമുണ്ട്? ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരമാണുള്ളത്. സംജായ ഗയാ ഹെ जो नंबर 1 में पुण्यात्मा बनता है वही फिर नंबर 1 പാപാത്മാ भी बनते हैं. അല്ലെ, ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ആരാണോ നമ്പർ 1 പുണ്യാത്മാവായിരിക്കുന്നത് അവര് തന്നെയാണ് നമ്പർ 1 പാപാത്മാവായിട്ടും മാറുന്നത്. ഉൻകോ ബഹുത് മെഹനത് കർണി പഡ്തി ഹെ. ബാബ പറയാണ്, കുട്ടികളെ നമ്പർ 1 പാപാത്മാവാകുമ്പോൾ പിന്നെ നമ്പർ 1 പുണ്യാത്മാവാകാൻ നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം. क्योंकि शिक्षक बनते हैं सिखाने के लिए तो जरूर मेहनत करनी पड़ती है. അല്ലെ, ബാബ ഈ സമയത്ത് നമ്മുടെ അധ്യാപകനായി തീർന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം, പുരുഷാർത്ഥം ചെയ്യണം. ബിമാരി ആദി ഹോത്തി ഹെ തോ അപ്നെ ഹി കർമ്മ കഹെ ജാത്തെ ഹെ. അല്ലെ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ആ അസുഖങ്ങളെല്ലാം നമ്മുടെ തന്നെ കർമ്മദോഷങ്ങളുടെ ഫലങ്ങളാണ്. तो अनेक जन्मों से विकर्म किए हैं इस कारण भोगना होता है. ബാബ പറയാണ്, അനേക ജന്മങ്ങൾ നമ്മൾ വികർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അല്ലെ ഈ പല പല അസുഖങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നത്? വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, നമുക്ക് അല്ലെ ഈ രോഗങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. इसलिए कभी भी इससे डरना नहीं है. ബാബ പറയാണ്, ഇതെല്ലാം നമ്മളുടെ കർമ്മഫലങ്ങളാണെങ്കിലും ഒരിക്കലും നമ്മൾ ഈ രോഗങ്ങളെ ഭയപ്പെടുവാൻ പാടില്ല. ഖുഷീസെ പാസ് കർണാ ഹെ. ബാബ പറയാണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഈ രോഗങ്ങളെ തരണം ചെയ്ത് പോകണം. ക്യോങ്കി അപ്നാ ഹി കിയാ ഹുവാ ഹിസാബ് കിതാബ് ഹെ പ്രായശ്ചിത്ത ഹോനാ ഹി ഹെ. അല്ലെ, നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മ കണക്കുകളാണിത്. അല്ലെ, ഇതിന്റെ പ്രായശ്ചിത്തം തീർച്ചയായിട്ടും ഉണ്ടാകണം. അല്ലെ, ബാബയുടെ ഓർമ്മയിലൂടെയാണ് പ്രായശ്ചിത്തം ഉണ്ടാകുന്നത്. അല്ലെ, ബാബ പറയാണ്, തീർച്ചയായിട്ടും പ്രായശ്ചിത്തം ഉണ്ടാകണം. ഏക് ബാബ് കി യാദ് സേ. എങ്ങനെയാണ് നമ്മുടെ പ്രായശ്ചിത്തം ഉണ്ടാകുന്നത്? അല്ലെ, ബാബ പറയാണ്, ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലൂടെയാണ്. അല്ലെ, ഇപ്പൊ രോഗങ്ങൾ വരും. അല്ലെ, രോഗങ്ങളുടെ ആ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. അല്ലെ, ഇപ്പൊ അതെല്ലാം എന്താണ്? നമ്മുടെ കർമ്മക്കണക്കുകളാണ്. അതിന്റെ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുന്നത്, ആ കണക്കുകളെ നമ്മൾ തീർക്കുന്നത് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലൂടെയാണ്. ജബ് തക് ജീനാ ഹെ തബ് തക് തും ബച്ചോं को ज्ञानामृत पीना है. ബാബ പറയാണ്, കുട്ടികളെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പരമാത്മാവ് നൽകുന്ന ഈ ജ്ഞാനാമൃതം നമ്മൾ കുടിക്കണം. അല്ലെ, ഈ ജ്ഞാനാമൃതം സേവിക്കണം. ഈ ജ്ഞാനാമൃതം ബാബ കുട്ടികൾക്ക് നൽകുകയാണ്. ഈ ജ്ഞാനാമൃതം കുടിക്കണം. യോഗമേ രഹനാ ഹെ വികർമ്മ ഹെ തബ് തോ കാസി ആദി ഹോതി ഹെ. നമ്മള് യോഗത്തിൽ ഇരിക്കണം, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. കാരണം അല്ലെ, ഇപ്പൊ ബ്രഹ്മബാബ ചുമയ്ക്കും, ബ്രഹ്മബാബ ഇടയ്ക്ക് ചുമയ്ക്കും. അപ്പോ ബാബ പറയാണ്, എന്തുകൊണ്ടാണ് ബ്രഹ്മബാബ ചുമയ്ക്കുന്നത്? കാരണം കർമ്മ കണക്കുകൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെ, അപ്പൊ എന്തെങ്കിലും അസുഖങ്ങളും രോഗങ്ങളും
ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പ്രശ്നങ്ങള്, പരീക്ഷണങ്ങള് എല്ലാം തന്നെ നമ്മുടെ കർമ്മ കണക്കുകളാണ്. അപ്പോ ബാബ പറയാണ്, കണ്ടില്ലേ, ചുമക്കുന്നതും എന്താണ്, വികർമ്മം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. മുമ്പ് വികർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചുമക്കുന്നത്. അപ്പൊ ബ്രഹ്മബാബ ചുമക്കുമ്പോ ശിവബാബ ചുമ ഇല്ലാതാക്കോ? ഇല്ല. ബ്രഹ്മബാബ തന്നെ ബാബയെ ഓർമ്മിച്ച് ആ കണക്ക് വീട്ടണം, അല്ലേ? അല്ലാതെ ശിവബാബ ബ്രഹ്മബാബയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മബാബ ആ രോഗത്തിന്റെ കണക്കുകൾ തീർത്തു കൊടുക്കില്ല. അതായത് ബ്രഹ്മബാബ അതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. तो जब तक जीना है तब तक तुम बच्चों को ज्ञानामृत पीना है, खुशी होती है यहाँ की सब हिसाब खत्म हो जाए. അപ്പൊ എന്തെങ്കിലും രോഗങ്ങൾ വന്നാലും നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെയധികം സന്തോഷിക്കണം. കാരണം നമ്മുടെ കണക്കുകൾ ഇവിടെ തീരല്ലേ, അല്ലേ? കാരണം ഒന്ന് നമുക്ക് നമ്മുടെ കർമ്മക്കണക്കുകൾ ഇവിടെ തീർക്കണം. കാരണം നമ്മളെല്ലാവരും ദ്വാപരയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെ 63 ജന്മം, അല്ലെ? ദ്വാപരയുഗത്തിലെ 21 ജന്മം, കലിയുഗത്തിലെ 42 ജന്മം, ഇങ്ങനെ 63 ജന്മം നമ്മൾ കുറെ കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കണക്കുകൾ നമ്മളുടെ എല്ലാവരുടെയും ശിരസിൽ എന്തുണ്ട്? വികർമ്മങ്ങളുടെ ഒരു ചുമടുണ്ട്. അപ്പൊ ഈ കണക്കുകളെ നമുക്ക് ഇവിടെ തീർക്കണം, അല്ലെ? അപ്പോ അതിനെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മൾ അസുഖങ്ങൾ അനുഭവം ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ സന്തോഷിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണക്ക് തീരാണ്, അല്ലെ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദേഹം വിട്ട് പോയിട്ട് നമ്മൾ പരന്താമത്തെ പോണ വഴിയില് നമുക്ക് സൂക്ഷ്മലോകത്തില് ധർമ്മരാജപുരി ഉണ്ട്, അല്ലെ? ആ ധർമ്മരാജപുരിയിൽ പോയിട്ട് നമ്മുടെ കണക്കുകളെല്ലാം തീർക്കേണ്ടി വരും. അപ്പൊ ഇവിടെ തീർന്ന് കിട്ടിയ പിന്നെ ധർമ്മരാജപുരിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ധർമ്മരാജനോട് ടാറ്റ പറഞ്ഞ് ഗുഡ് ബൈ, ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ബാബ പറയാണ്, കുട്ടികളെ നിങ്ങള് അല്ലെ സന്തോഷിക്കണം, നമ്മുടെ കണക്കുകൾ സമാപ്തമാകാണ്. രഹ ജായെങ്കെ തോ പാസ് വിത്ത് ഓണർ നഹി ഹോങ്കെ. കണക്കുകൾ ഇനി അവശേഷിക്കുകയാണെങ്കിൽ നമ്മള് അല്ലെ നമ്മള് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ കണക്കുകൾ വീണ്ടും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബഹുമതിയോടെ പാസ്സാകാൻ സാധ്യമല്ല. മോച്ചിര കാക്കർ മാനി മിലെ തോ ബി ബേ ഇസ്സത്തി ഹെ നാ. ബാബ പറയാണ്, പിന്നെ നമുക്ക് ശിക്ഷകൾ അനുഭവിച്ച് നമ്മുടെ കർമ്മ ഫലങ്ങളുടെ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അല്ലെ പദവി കിട്ടിയാലും എന്താണ്, അത് നമുക്ക് അന്തസ്സില്ലാത്ത കാര്യമാണ്, അപമാനകരമായ കാര്യമാണ്. അനേക പ്രകാരത്തെ ദുഃഖക്ക് ഭോഗന ഹോതി ഹെ. ബാബ പറയാണ്, അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളാണ് ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്നത്. കാരണം എന്താണ്? കർമ്മഫലങ്ങളാണ്. പക്ഷെ ഈ കർമ്മക്കണക്കുകളെല്ലാം തീർക്കാനുള്ള മാർഗം, സഹജമായ മാർഗം എന്താണ്? ആത്മസ്മൃതിയിലിരുന്ന് പരംധാമത്തിൽ പോയി പരമാത്മാവിനെ ഓർമ്മിക്കുക. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ എത്ര പരമാത്മാവിനെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കണക്കിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ കണ്ണെ കൊള്ളാനുള്ളത് പുരിയത്തെ കൊണ്ടുപോകും എന്നൊക്കെ പറയാറില്ലേ? അതിന്റെ അർത്ഥം ഇതാണ്. എന്നുവെച്ചാല് നമ്മളിവിടെ എത്രമാത്രം പരമാത്മാവിനെ ഓർമ്മിക്കുന്നുവോ, അല്ലെ? കർമ്മം ചെയ്യുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും, ബാബ പറയില്ലേ, ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും നടക്കുമ്പോഴും, അല്ലെ? ഓരോ സമയങ്ങളിലും നമ്മൾ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ അത്രയും, പിന്നെ നമ്മൾ എത്രമാത്രം ഇരുന്ന് ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ, അല്ലെ? എത്രമാത്രം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ കണക്കുകളുടെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? നമ്മുടെ കർമ്മക്കണക്കുകൾ നിസ്സാരമാകും. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന പരീക്ഷണങ്ങളാണെങ്കിൽ പോലും നമുക്ക് അതിനെ വളരെ സഹജമായിട്ട് സ്മൂത്ത് ആയിട്ട് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നു. അനേക പ്രകാരക്കെ ദുഃഖ പാരാവാർഹി. ബാബ പറയാണ്, ഈ ലോകത്തില് അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുടെ പാരാവാരമാണ്, അല്ലെ? അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവം ചെയ്യുന്നു. സുഖ പാരാവാർ നഹി രഹത. അതുകൊണ്ട് ഈ ലോകത്തില് അല്ലെ സുഖത്തിന്റെ പാരാവാരമല്ല, സുഖം നിറഞ്ഞ സുഖം എന്ന് പറയുന്നത് സുഖം മാത്രമുള്ള ലോകം, സുഖസമ്പന്നതയുടെ ലോകം എന്ന് പറയുന്നത് എന്താണ്? സത്യുഗമാണ്. ബാക്കി ഈ ലോകത്തില് ദുഃഖത്തിന്റെ പാരാവാരമാണ്. നാംഹിഹെ സ്വർഗ. ബാബ പറയാണ്, സുഖത്തിന്റെ ലോകത്തെ എന്താ വിളിക്കുന്നേ? സ്വർഗം. അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല. അവിടെ ദേവതകളാണ്. ദേവതകൾ ഉള്ളിടത്ത് കംസനും ജരാസന്ധനും ഇല്ല. അവർ അവിടെ അസുരന്മാരില്ല, ആസുരീയ ദുർഗുണങ്ങളില്ല, അല്ലേ? അതാണല്ലോ നമ്മളെ കൊണ്ട് വികർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതൊന്നും ഇല്ല. ക്രിസ്ത്യൻ ലോക കഹത്തെ ഹെവൻ. ബാബ പറയാണ്, ക്രിസ്ത്യൻസും പറയുന്നുണ്ട് പാരഡൈസ്, ഹെവൻ. ഹെവൻലി ഗോഡ് ഫാദർ, അല്ലെ? അവര് ഈശ്വരനെ എന്താ വിളിക്കുന്നത്? പരമാത്മാവിനെ എന്താ വിളിക്കുന്നേ? പിതാവ്, അല്ലെ? ഹെവൻലി ഗോഡ് ഫാദർ. ഇൻ ബാത്തോം കോ തും ജാനത്തെ. നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവെ എന്നവർ വിളിക്കുന്നു, അല്ലെ? നമ്മൾ പറയും സ്വർഗസ്ഥാപകനായ പിതാവ്,
കാരണം പിതാവ് സ്വർഗത്തിലല്ല വസിക്കുന്നത്, പരംധാമത്തിലാണ്. നമ്മൾ കുട്ടികളെയാണ് സ്വർഗം സ്ഥാപിച്ച് അങ്ങോട്ട് അയക്കുന്നത്. तो നിവർത്തി മാർഗ് വാലെ സന്യാസി तो कर देते हैं. നിവർത്തി മാർഗത്തിലുള്ള സന്യാസികൾ പറയും ഏ സഭ കാഗ്യവിഷ്ട സമാൻ സുഖഹേ. അല്ലെ, നിവർത്തി മാർഗത്തിലുള്ള സന്യാസികൾ എന്താ പറയാ, എല്ലാം കാഗവിഷ്ടയ്ക്ക് സമാനമായ സുഖമാണ് എന്നാണ് പറയുന്നത്. ഈ ദുനിയാമേ ബരോബർ ऐसे हैं. ഈ ലോകത്തില് തീർച്ചയായിട്ടും അല്ലെ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാല് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അല്പകാലത്തെ വളരെ ക്ഷണികമായിട്ടുള്ള സുഖമാണ്, അത് കാഗവിഷ്ടയ്ക്ക് സമാനമാണ്. तो इस दुनिया में बरोबर ऐसा है, भले कितना भी किसको सुख हो परंतु അല്പകാല का सुख. അപ്പൊ പറയുന്നത് ഇവിടെ ലഭിക്കുന്ന സുഖങ്ങളെല്ലാം ക്ഷണികമായ അല്പകാലത്തെ സുഖങ്ങളാണ്. അല്ലെ, എന്താ പറയാ, സുഖമൽപ്പം ബഹുക്ലേശം. അല്ലെ, ലോകത്തിന്റെ അവസ്ഥ എന്താണ്, അല്പസുഖം, പക്ഷെ പിന്നെ ലഭിക്കുന്ന മുഴുവൻ എന്താണ്, ബഹുക്ലേശമാണ്, ഒരുപാട് ദുഃഖമാണ്. तो സ്ഥായി സുഖത്തോ ബിൽക്കുൽ നഹി ഹെ. ഇവിടെ സ്ഥായി ആയിട്ടുള്ള സുഖം അല്പം പോലും ഇല്ല. ബൈട്ടെ ബൈട്ടെ ആപ്തായി ആ ജാതി ഹെ, ഹാർട്ട് ഫെയിൽ ഹോ ജാതി ഹെ. ബാബ പറയാണ് അങ്ങനെ ഇരിക്കുമ്പോ ആപത്ത് വിപത്തുകൾ വരുന്നു, ഹാർട്ട് ഫെയിൽ ആകുന്നു. ആത്മാ ഏക് ശരീർ ചോട് ദൂസരേ മേ ജാക്കർ പ്രവേശ് കർത്തി ഹെ. ബാബ പറയാണ് ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട്, അല്ലെ, അങ്ങനെ ഇരിക്കുന്ന ഹാർട്ട് ഫെയിൽ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നേ, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി മറ്റൊരു ശരീരത്തിൽ, അല്ലെ, അമ്മയുടെ ഗർഭസ്ഥ ശിശുവിൽ പ്രവേശിക്കുന്നു. तो शरीर आपे ही मिट्टी हो जाता है. അപ്പോൾ ശരീരം താനെ മണ്ണോട് മണ്ണായിട്ട് കലർന്നു പോകുന്നു. ജാൻവരോ കെ ശരീർ ഫിർ ഭി കാം മേ ആത്തെ ഹൈ. ബാബ പറയാണ് അല്ലെ, മൃഗങ്ങളുടെ ഒക്കെ ശരീരം പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ട്, അവരുടെ തോലെടുക്കും, അല്ലെ, പുലിത്തോലിലൊക്കെ തപസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, മൃഗങ്ങളുടെ തോലെടുത്തിട്ട് ഉപയോഗിക്കും, അല്ലെ, അവരുടെ ശരീരമാണ്. മൃഗങ്ങളെ ആണെങ്കിൽ ആൾക്കാർ കഴിക്കുകയും ചെയ്യുമല്ലോ. അപ്പം മൃഗങ്ങളുടെ ശരീരം മനുഷ്യരെ കഴിക്കുന്നുണ്ട്. അപ്പൊ മൃഗങ്ങളെ പിന്നെയും മൃഗങ്ങളുടെ ശരീരം കൊണ്ട് അത് ചത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്, മനുഷ്യരുടെ ശരീരം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ, ഒരു പ്രയോജനം ഇല്ല. തമോ പ്രധാൻ പതി ശരീർ കോയി കം കനെ. ബാബ പറയാണ് തമോ പ്രധാനമായ പതിത ശരീരം ഒന്നിനും കൊള്ളാത്തതാണ്. കൗഡിയോ മിസൽ ഹെ, അത് കക്കയ്ക്ക് സമാനമാണ്. ദേവതാവും കെ ശരീർ ഹീറെ മിസൽ ഹെ. ദേവീ ദേവതകളുടെ ശരീരം, അല്ലെ, വജ്ര സമാനമാണ്. ദേക്കോ ഉനോക്കി കിത്നി പൂജ ഹോത്തി ഹെ. ബാബ പറയാണ് നോക്കൂ, ദേവീ ദേവതകൾക്ക് എത്ര നല്ല പൂജയാണ് ലഭിക്കുന്നത്. ഏ സമജ് അഭി തും ബച്ചോങ്കോ മിലി ഹെ. ബാബ പറയാണ് കുട്ടികളെ, നിങ്ങൾക്കാണ് ഇപ്പോൾ ഇത്രയും വിവേകം ലഭിച്ചിരിക്കുന്നത്. ഏകെ ബേഹദ് കാ ബാപ് ജോ മോസ്റ്റ് ബിലവഡ് ജിസ്കോ ആദാ കൽപ്പ് യാദ് കിയാ. പരിധികളില്ലാത്ത അച്ഛനാണ് ബാബ, അല്ലെ, മോസ്റ്റ് ബിലവഡ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അരക്കൽപ്പകാലം നമ്മൾ ഈ അച്ഛനെയാണ് ഓർമ്മിച്ചത്. ജോ ബ്രാഹ്മൺ ബൻതേ ഹെ വഹി ബാപ് സെ വരസ ലേനേക്ക് ഹക്കദാർ ഹോത്തേ ഹെ. ആരാണോ ബ്രാഹ്മണരായിട്ട് മാറുന്നത് അവരാണ് ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടുവാനുള്ള അവകാശികളായിട്ട് മാറിയിരിക്കുന്നത്. സച്ചേ ബ്രാഹ്മൺ ബഹുത് പ്യുവർ ഹോനി ചായി. ബാബ പറയാണ് സത്യമായ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വളരെയധികം പവിത്രമായിരിക്കണം. तो सच्चे ഗീത പഠിക്കോ പവിത്രത്തോ രേനഹി ഹെ. ബാബ പറയാണ് സത്യമായിട്ടുള്ള ഗീതാജ്ഞാനം നൽകുന്നവർ തീർച്ചയായിട്ടും പവിത്രമായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെ, ലോകത്തിൽ അങ്ങനെയാണോ? അല്ലെ, ലോകത്തിൽ അങ്ങനെയൊന്നുമല്ല. तो ये झूठा ഗീത പഠി പവിത്ര നഹി രഹത്തെ. ബാബ പറയുന്ന അസത്യമായിട്ടുള്ള ആ ഗീത, അല്ലെ, വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആളായിരിക്കാം, പക്ഷെ അവര് ഒരിക്കലും പവിത്രമായി ജീവിക്കുന്നില്ല. अब गीता में तो लिखा हुआ है काम महा शत्रु है, फिर खुद गीता सुनाने वाले पवित्र कहाँ रहते हैं. ഗീതയിൽ എഴുതി വെച്ചിരിക്കുകയാണ് കാമം മഹാശത്രുവാണെന്ന്, പക്ഷേ സ്വയം ഗീത കേൾപ്പിക്കുന്നവർ എവിടെയാണ് പവിത്രമായി ജീവിക്കുന്നത്? ഗീത ഹേ സർവശാസ്ത്രമയി ശിരോമണി. ബാബ പറയാണ് ഗീത എന്ന് പറഞ്ഞാൽ സർവശാസ്ത്രമയി ശിരോമണിയാണ്, എല്ലാ ശാസ്ത്രങ്ങളുടെയും മാതാവാണ് ഗീത. तो जिसे बाप ने कौड़ी से हीरे तुल्य बनाया है. ഈ ഗീതയിലൂടെയാണ് ബാബ നമ്മൾ കുട്ടികളെ, അല്ലെ, കക്കയിൽ നിന്നും വജ്ര സമാനമാക്കി മാറ്റിയത്. അതായത് നമ്മൾ കക്കയ്ക്ക് തുല്യം, കടലോരത്ത് കിടക്കുന്ന ഒരു വിലയുമില്ലാത്ത കക്കയ്ക്ക് തുല്യമായിരുന്നു നമ്മൾ. പക്ഷേ ബാബ നമ്മൾ കുട്ടികളെ അമൂല്യമായ, വിലമതിക്കാനാവാത്ത വജ്ര തുല്യരാക്കി മാറ്റുകയാണ്. ये भी तुम समझते हो, ഗീത പഠി നഹി സമജ് സക്തേ. ബാബ പറയാണ് ഇത് നിങ്ങൾ കുട്ടികൾക്കേ അറിയുള്ളൂ, ഗീത വായിക്കുന്നവർക്ക് ആർക്കത് മനസ്സിലാക്കാനൊന്നും കഴിയുന്നില്ല.
तो ये तो तोते मुവാഫിക് പഠിത്തേ रहते. ബാബ പറയണ ഗീത വായിക്കുന്നവര് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ അല്ലെ, അതില് പറയുന്ന കാര്യം അതേപോലെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അല്ലാതെ അവർക്ക് അതേക്കുറിച്ച് അല്ലെ അതായത് അത് അവരുടെ ലൈഫിൽ അവർക്ക് അനുഭവമാകുന്നില്ല. तो महिमा सारी है ही एक की, तो किसी चीज की महिमा है नहीं. അപ്പൊ മഹിമ മുഴുവൻ ഒരേ ഒരു പരമാത്മാവിനാണ്, ബാക്കി ഒരു വസ്തുവിനും ഇവിടെ മഹിമയില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കർ കി ബി നഹി, ബ്രഹ്മ വിഷ്ണു ശങ്കറിന് പോലും ഇത്രയും മഹിമയില്ല. ശിവബാബ കഴിഞ്ഞ നെക്സ്റ്റ് ബ്രഹ്മ വിഷ്ണു ശങ്കരനാണ്. കാരണം അവരിലൂടെയാണ് ബാബ കർത്തവ്യം ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അവർക്ക് പോലും ശിവബാബയുടെ മഹിമയില്ല. തും ഉസ്കെ ആകെ കിത്നാ ഭി മാതാട്ടെ, ഉൻകെ ആകെ ബലി ചടോ തോ ഭി വർഷ നഹി മിലേഗാ. ബാബ പറയാണ്, ബ്രഹ്മവിഷ്ണു ശങ്കരനെ പോയിട്ട് നിങ്ങൾ എത്ര വണങ്ങിയാലും എത്ര വന്ദിച്ചാലും അല്ലെ, ബാബ പറയാണ്, എത്ര നിങ്ങൾ ചെന്ന് വന്ദിച്ചാലും എത്ര നമസ്കരിച്ചാലും സാഷ്ടാംഗം പ്രണമിച്ചാലും സ്വയം നിങ്ങൾ അവർക്ക് ബലിയായി തീർന്നാലും സ്വത്ത് കിട്ടില്ല. ബ്രഹ്മവിഷ്ണു ശങ്കരനിൽ നിങ്ങൾ ഇനി എത്ര ബലിയായാലും അവരുടെ അടുക്കുന്ന ഒന്നും നിങ്ങൾക്ക് സ്വത്ത് ലഭിക്കാൻ പോകുന്നില്ല. സ്വത്ത് ആരേ തരുള്ളൂ? പരമാത്മാവ് മാത്രമേ തരുള്ളൂ, വേറെ ആർക്കും തരാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ആരുടെ അടുക്കൽ നിന്ന് ലഭിക്കില്ല, ഒരു ദേവതകളിൽ നിന്ന് ലഭിക്കില്ല, പരമാത്മാവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. കാശിമേ കാശി കൽവട്ട് കാത്തേ, കാശിയില് പോയിട്ട് ശിവനില് ബലിയാകാന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ കിണറില് കുറെ വാളുകളുണ്ട് അല്ലെ, അവരെന്താ ചെയ്യുന്നത്? പോയി ആ വാളില് പോയിട്ട് ആ കിണറ്റിലോട്ട് ചാടുക. അപ്പൊ ആ മൂർത്ത ആളുകളാ അതിൽ ഇങ്ങനെ ശരീരം അരിഞ്ഞെരിഞ്ഞു പോകും. അപ്പോ എന്താണ്? ശിവനിലെ ബലിയാകാണ് എന്ന് പറഞ്ഞിട്ട് ആ കാശിയിലെ ആ കിണറ്റിൽ പോയി ചാടുന്നു. അപ്പൊ ബാബ പറയാണ്, അഭി ഗവൺമെന്റിനെ ബന്ദ് കരാതിയ, കാരണം അങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഓരോ തോന്നലുണ്ടാകുമ്പോഴേ അവിടെ പോയി ചാടും. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ എന്ത് ചെയ്തു? അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നഹിത്തോ ബഹുത് കാശിവൽ കാൽവെട്ട് കാത്തേതേ, ഇല്ലെങ്കില് കാശിയില് പോയിട്ട് നിറയെ പേര് ഇങ്ങനെ ആ കിണറ്റിലോട്ട് എടുത്ത് ചാടുകയായിരുന്നു. കുവേമേ ജാക്കർ കൂതത്തേതേ, ആ കിണറ്റിലേക്ക് എടുത്തങ്ങ് ചാടുക. അങ്ങനെ ആളുകൾക്ക് ചാടാൻ അല്ലെ, ആ ഭക്തി ഒന്നില്ലെങ്കിൽ നല്ല ഭക്തി മൂത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഭഗവാനെ ബലിയാകാന്നും പറഞ്ഞിട്ട് അവിടെ പോയി ചാടും. കൊയ്യ് ദേവി പർ ബലി ചടത്തെ, ചിലരാണെങ്കില് അല്ലെ ദേവിയിൽ പോയിട്ട് ബലിയാകുകയാണ്. കൊയ് ശിവ് പർ അല്ലെ, ചിലര് ദേവിയിൽ പോയി ബലിയാകും, ചിലര് ശിവനിൽ പോയി ബലിയാകും. ദേവതാവും പർ ബലി ചടനേക്കാ കൊയ് ഫായദ നഹീ, ദേവതകളിൽ പോയിട്ട് ബലിയാകുന്നതിൽ യാതൊരു നേട്ടവുമില്ല. കാളി പർ ബലി ചടത്തെ കാളിക്കോ കിത്തന കാല ബനാ ദിയാ ഹെ. ബാബ പറയാണ്, കാളിയുടെ അടുക്കലും ചെന്ന് ബലിയാകും. ബാബ പറയാണ്, കാളിയെ എന്തുമാത്രം കറുപ്പായിട്ടാ കാണിച്ചിരിക്കുന്നത്, വളരെയധികം കറുപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിതാക്കോ കബി അംബാ നഹി കഹെങ്കെ അല്ലെ, ബാബ അഭിത്തോ സബി അയൺ ഏജ്ഡ് ഹെ. എന്തുകൊണ്ടാ ഇത്രയും കറുപ്പായി കാണിച്ചിരിക്കുന്നത്? കാരണം സത്യയുഗത്തില് ജന്മമെടുത്ത് അങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോ സദോ പ്രധാനമായിരുന്നു നമ്മൾ, പിന്നെ സദോയായി, പിന്നെ രജോ പ്രധാനമായി, പിന്നെ നമ്മള് കലിയുഗത്തിൽ വന്നപ്പോഴേക്കും എന്തായി? ദ്വാപരയുഗത്തിൽ നമ്മള് രജോ പ്രധാനായി, കലിയുഗത്തിൽ നമ്മള് തമോ പ്രധാനായി. തമോ പ്രധാനായപ്പോഴേക്കും ഈ പഞ്ചവികാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ അത്രയും വർദ്ധിച്ചു. അപ്പൊ ഈ പഞ്ചവികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആത്മാവ് ഭയങ്കരമായിട്ട് കറുത്തുപോയി. ആത്മാവിലാണ് ആ പ്രകാശം നഷ്ടപ്പെട്ട് ഇരുട്ട് നിറഞ്ഞത് അല്ലെ. ബാബ പറയാണ്, അങ്ങനെ അത്രയ്ക്കും ആത്മാവില് ഇരുട്ട് നിറഞ്ഞപ്പോഴാണ് ആത്മാവ് കറുത്തു പോയത്. അതുകൊണ്ടാണ് കാളി ആരാണ്? ഇരുമ്പ് യുഗത്തിലുള്ള ആള്, അയൺ ഏജ്ഡ്. അവിടെയാണ് ആത്മാവ് ഇത്രയും കറുത്തു പോയിരിക്കുന്നത് അല്ലെ. അതാണ് ബാബ പറയുന്ന, ആത്മാവ് കറുത്തു പോയി. അഭിത്തോ സബി അയൺ ഏജ്ഡ് ജോ പേലെ ഗോൾഡൻ ഏജ്ഡ് തേ അല്ലെ. ബാബ പറയാണ്, നമ്മൾ ആരായിരുന്നു? ആദ്യം ഗോൾഡൻ ഏജ്ഡ് ആയിരുന്നു, പിന്നെ നമ്മളിപ്പോ അയൺ ഏജ്ഡ് ആയിട്ട് മാറി. അംബ ഏക് കോഹി കഹ ജാതാ ഹെ, അംബ എന്ന് വിളിക്കുന്നത് ഒരേ ഒരാളെയാണ്, ജഗദംബ. പിതാക്കോ കബി അംബ നഹി കഹെങ്കെ, പിതാവിനെ ഒരിക്കലും അംബ എന്ന് വിളിക്കില്ല അല്ലെ. അംബ എന്ന് പറഞ്ഞ അമ്മയാണ്. അബത്തോ ഏ കോയി ബി നഹി ജാനത്തെ, ബാബ പറയാണ്, ഇത് ആർക്കും അറിഞ്ഞുകൂടാ. तो जगदम्बा सरस्वती ब्रह्मा की बेटी है.
എന്താ ആർക്കറിയാത്തെ അറിയാത്ത കാര്യം? ജഗദംബ സരസ്വതി ബ്രഹ്മാവിന്റെ മകളാണ്. ജഗദംബ സരസ്വതി ബ്രഹ്മാവിന്റെ മകളാണ്. ബ്രഹ്മ ജരൂർ പ്രജാപിതാഹി ഹോഗ. ബാബ പറയാണ് ബ്രഹ്മാവ് തീർച്ചയായിട്ടും ആരാണ്? പ്രജാപിതാവാണ് ബ്രഹ്മ. സൂക്ഷ്മവദന്മേ തോ നഹി ഹോഗ. തീർച്ചയായിട്ടും ബ്രഹ്മാവ് സൂക്ഷ്മവദനത്തില് അല്ല ഉള്ളത്. പ്രജാപിതാ ബ്രഹ്മാവ് എവിടെയുള്ളത്? പ്രജാപിതാ ബ്രഹ്മാവ് എവിടെയുള്ളത്? അല്ലേ? പ്രജാപിതാ ബ്രഹ്മാവ് സൂക്ഷ്മവദനത്തിലാണ് ഉള്ളത്. അല്ല, തെറ്റി പറഞ്ഞു. അപ്പം അല്ലെ, തീർച്ചയായിട്ടും ബ്രഹ്മാവ് ഉണ്ട്. പക്ഷെ ബ്രഹ്മാവ് അല്ലെ ഇപ്പോ ബ്രഹ്മബാബ സൂക്ഷ്മവദനവാസിയാണ്. പക്ഷേ അല്ലെ ബ്രഹ്മ മുഖവംശാവലികളായ ബ്രാഹ്മണർക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മബാബ എവിടെയായിരുന്നു? സാകാരത്തിലായിരുന്നു. അല്ലെ, ശിവബാബ വന്നപ്പോ ബ്രഹ്മബാബ സാകാരത്തിലുണ്ടായിരുന്നു. അപ്പോ ബ്രഹ്മാവിലൂടെയാണ് ശിവബാബ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരെ രചിച്ചത്. അതുകൊണ്ടാണ് പ്രജാപിത ബ്രഹ്മ എന്നുള്ള ആ നാമധേയം ഉണ്ടായത്. അപ്പൊ ബ്രഹ്മാവ് ഇവിടെ തന്നെയാണ്. സൂക്ഷ്മവദനമേത്തോ നഹി ഹോഗ. ഒരിക്കലും സൂക്ഷ്മവദനത്തില് ഉണ്ടായിരിക്കില്ല. എന്നുവെച്ചാല് ഇവിടെ ഇരുന്നുകൊണ്ടാണ് സേവനം ചെയ്തത്. സമസ്തേ ഭി ഹേ സരസ്വതി ബ്രഹ്മാക്കി ബേട്ടി ഹേ. അല്ലേ? അപ്പൊ മനസ്സിലാക്കുന്നുണ്ട് ബ്രഹ്മാവിന്റെ മകളാണ് സരസ്വതി. ബ്രഹ്മാക്കി സ്ത്രീത്വ ബത്താതെ. ബ്രഹ്മാവിന്റെ മകളാണ് സരസ്വതി എന്നേ പറയാറുള്ളൂ. അല്ലാതെ ബ്രഹ്മാവിന്റെ സ്ത്രീയാണ് സരസ്വതി എന്നൊരിക്കലും പറയാറില്ല. ബാബ് സംജാത്തെ ഹേ മേനെ ഇസ് ബ്രഹ്മ ദ്വാര ബേട്ടി സരസ്വതി കോ അഡോപ്റ്റ് കിയാ ഹേ. ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാൻ ബ്രഹ്മാവിലൂടെ മകളായ സരസ്വതിയെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബാബ പറയാണ് ബേട്ടി ബി സമസ്തി ഹേ ബാപ്പ് അഡോപ്റ്റ് കർത്തെ ഹേ. മകളും മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, ഈ സമയത്ത് ബാബ അഡോപ്റ്റ് ചെയ്യാണ്. ബ്രഹ്മ കോ ബി അഡോപ്റ്റ് കിയാ ഹേ യേ മുഖ്യ ബാത് ഹേ. ഇവിടെ ശിവബാബ ബ്രഹ്മാവിനെയും അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെന്താണ്? ബ്രഹ്മാവിലൂടെ സരസ്വതിയെയും അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെ, നമ്മൾ കുട്ടികളെയും അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. യേ ജോ കോയിക്ക് ബുദ്ധിമേ നഹി ഹേ യേ ബഹുത് മുഖ്യ ബാത് ഹേ. ഇത് വളരെ ഗഹനമായ കാര്യമാണ്. അല്ലെ, നമ്മളെല്ലാം പരമാത്മാവ് ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്ത ആ ദത്തെടുത്ത കുട്ടികളാണ്. ബാബ പറയുന്നത് ആരുടെ ബുദ്ധിയിലില്ല. ബാപ്പ് തുമക്കോ അപ്നാ ഭി അന്ത് ബൈഠ്കർ ദേത്തെ ഹേ സോ തോ ജരൂർ സന്മുഖ് ഹി ദേംഗെ. അല്ലെ, ബാബ വന്നിട്ട് നമുക്ക് അല്ലെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം അല്ലെ അന്ത്യത്തിന്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ അല്ലെ എങ്ങനെയാണ് നമ്മൾ ഈ കാലചക്രത്തിലൂടെ കറങ്ങിയത്, അല്ലെ ജന്മങ്ങളുടെ യാത്ര ചെയ്തത്, എങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ അന്ത്യത്തിലേക്ക് എത്തിച്ചേർന്നത്, അപ്പോൾ ഈ സൃഷ്ടിയുടെ അന്തിമ സമയത്ത് എങ്ങനെയാണ് ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്, എല്ലാം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലെ, ബാബ വന്നിട്ട് സന്മുഖത്തിലാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രേരണസത്തോടെ ഇതെങ്കിൽ ബാബ പറയാണ്, ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രേരണയൊന്നുമല്ല നൽകുന്നത്. ഭഗവാന് വാച ഹേ ബച്ചേ സോ ജരൂർ സാഗാർമേ ആവേ തബ് തോ കഹേഗെ. അല്ലെ, ഭഗവാന് വാച എന്താണ്? ഹേ കുട്ടികളെ, തീർച്ചയായിട്ടും ബാബ സാകാരത്തിലേക്ക് വരികയാണ്. നിരാകാർ ബാപ്പ് ഇൻ ദ്വാര ബൈഠ് സംജാത്തെ ഹേ. നിരാകാരിയായ ബാബ ഈ ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കി തരികയാണ്. അല്ലെ, ഈ ബ്രഹ്മാവിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ബ്രഹ്മ നഹി പഠാത്തെ. ബ്രഹ്മാവല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെ, നിരാകാരിയായ പരമാത്മാവാണ് പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്. ബ്രഹ്മാക്ക ജ്ഞാന സാഗർ നഹി കഹാ ജാതാ. ബ്രഹ്മാവിനെ ജ്ഞാനസാഗരൻ എന്ന് വിളിക്കാൻ സാധ്യമല്ല. ജ്ഞാനസാഗരൻ ഒരേ ഒരു പരമാത്മാവാകുന്ന അച്ഛനാണ്. ആത്മാ സമസ്തി ഹേ യേ ലൗകിക് ബാപ്പ് നഹി പഠാത്തെ പാർലൗകിക് ബാപ്പ് ബൈഠ് പഠാത്തെ ഹേ. അല്ലെ, ആത്മാവിനറിയാം ഇതെന്റെ ലൗകിക അച്ഛനല്ല എന്നെ പഠിപ്പിക്കുന്നത്, എന്റെ ആത്മീയ അച്ഛനാണ്, പാർലൗകിക അച്ഛനാണ് എന്നെ പഠിപ്പിക്കുന്നത്. അല്ലെ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് ആത്മാവിനറിയാൻ പറ്റും. ജിസേ വർഷ ലേരഹേഹി. അതുകൊണ്ട് ഈ സമയത്ത് ആത്മീയ അച്ഛന്റെ അടുക്കൽ നിന്ന് നമ്മൾ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. तो वैकुंठ को परलोक नहीं कहा जाता, वो है अमरलोक. വൈകുണ്ഠത്തിനെ, വൈകുണ്ഠ സ്വർഗാണ്, വൈകുണ്ഠത്തിനെ പരലോകം എന്ന് ഒരിക്കലും വിളിക്കില്ല.
അല്ലെ? വൈകുണ്ഠം എവിടെയാണ്? സ്വർഗം എവിടെയാണ്? ഇതിനെ പരലോകം എന്ന് വിളിക്കില്ല. ഹം ആത്മായെ ആത്തിയെ ഇസ് ലോകമേ തോ യോഗേ അമർലോക ഏകെ മൃത്യുലോകം. ബാബ പറയാണ് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അമരലോകമാണ്. അല്ലെ? ഈ ലോകമോ? ഈ ലോകം മൃത്യുലോകം, വൈകുണ്ഠം അമരലോകം. പരലോക അർത്ഥാത് ജഹാഹം ആത്മായി രതി. പരലോകത്തിലാണ് നമ്മൾ ആത്മാക്കൾ നിവസിക്കുന്നത്. അപ്പൊ പരലോകം നമ്മൾ ആത്മാക്കളുടെ നിവാസ സ്ഥാനമാണ്. പക്ഷെ അമരലോകം അല്ലെ എന്ന് പറയുന്നത് സ്വർഗമാണ്. മൃത്യുലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ്. തുമ്നെ രാജ്യ ഇസ് ഭാരതമേ ക്യാഹേ. ബാബ പറയാണ് നിങ്ങൾ ഈ ഭാരതത്തിൽ രാജ്യം ഭരിച്ചിരുന്നവരായിരുന്നു. പരലോക पर नहीं, പരലോകത്തിലല്ല നിങ്ങൾ രാജ്യം ഭരിച്ചത്. പരലോക രാജ നഹി കഹേങ്കെ. ഇവിടെ കുട്ടികളെ പരലോകത്തിന്റെ രാജാക്കന്മാരാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ ബാബ പരലോകത്തിലെ മഹാരാജാവും മഹാറാണിയും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണെന്ന് പറയുന്നില്ലല്ലോ. അല്ലെ? പരലോകം നമ്മളുടെ നിവാസ സ്ഥാനമാണ്. അല്ലെ? ബാബ വിശ്വരാജ്യത്തിന്റെ അധികാരിയാക്കി നമ്മളെ മാറ്റുന്നു എങ്കിൽ ആ വൈകുണ്ഠം, ആ സ്വർഗം, അമരലോകം ഇവിടെയാണ്, ഭാരതത്തിലാണ് ഉള്ളത്. പരലോക രാജാനായി, അതുകൊണ്ട് പരലോകത്തിലെ രാജാവാക്കുന്നില്ല. കഥേ ലോക പരലോക സുഖാലേക്കോ. അല്ലെ? പറയുന്നുണ്ട് നമ്മള് അല്ലെ ലോകം പരലോകം, നമ്മൾ പറയില്ലേ അങ്ങ് ഇഹലോകത്തിലും പരലോകത്തിലും സുഖമായിരിക്കട്ടെ, അല്ലേ? അങ്ങനെ പറയുന്നില്ലേ? ഇഹലോകത്തിലും പരലോകത്തിലും എന്താ പറയുന്നേ? അവിടെ പ്രാർത്ഥിക്കുമ്പോ പറയില്ലേ? അതെന്താ പ്രാർത്ഥിക്കുന്നേ? ഇഹപര സുഖം. ശരി. അപ്പൊ അതായത് ഇഹലോകത്തിലും പരലോകത്തിലും നമ്മൾ വളരെ സുഖത്തോടു കൂടി, എനിക്കറിയാം പ്രാർത്ഥനയില് അങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ ഇഹലോകത്തിലും പരലോകത്തിലും നമ്മൾ വളരെ സുഖമായിട്ടിരിക്കണം. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ, നിങ്ങള് ബാബയുടെ കുട്ടിയാകുമ്പോൾ ഈ സ്ഥൂല ലോകത്തിലും പരലോകത്തിലും നമ്മൾ സുഖികളായിട്ട് മാറുകയാണ്. ബാക്കി ഭാരത് വൈകുണ്ഠത ഫിർ ബനേഗ. ഇതേ ഭാരതം വൈകുണ്ഠമായിരുന്നു, വീണ്ടും വൈകുണ്ഠമാകും. ഏക മൃത്യുലോക ലോകമേ മനുഷ്യരേ. ബാബ പറയാണ് ഇത് മൃത്യുലോകമാണ്, ലോകത്തിലാണ് മനുഷ്യൻ വസിക്കുന്നത്. വൈകുണ്ഠ ലോകമേ ജാവേ. അല്ലെ? വൈകുണ്ഠത്തിലേക്കും പോകണം, സ്വർഗത്തിലേക്കും പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദിൽവാല മന്ദിർ മേ ഭി നീചെ തപസ്യ മേ ബൈഠേ ഹെ. ദിൽവാല ക്ഷേത്രം, ദിൽവാഡ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് മൗണ്ട് അബുവിലുണ്ട്. ബാബ പറയാണ് അവിടെ എല്ലാ അവിടെ തപസ്യയിലിരിക്കുന്ന ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവരുടെ നെറ്റിയില് ആത്മനക്ഷത്രം ഒക്കെ കാണിക്കുന്നുണ്ട്. ഊപ്പർമേ വൈകുണ്ഠക്കെ ചിത്രം ബനായേ. പക്ഷെ മുകളില് കാണിക്കുന്ന മുഴുവൻ വൈകുണ്ഠത്തിന്റെ ചിത്രങ്ങളാണ്. താഴെ മുഴുവൻ എന്താണ്? ഓരോരോ ശ്രീകോവിലും ഇങ്ങനെ ഓരോ തപസ്വികൾ ഇങ്ങനെ എടുത്ത് ധ്യാനിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സമസ്തേ ഫലാന വൈകുണ്ഠ പതാര. അപ്പോ ഇന്ന് ആളുകൾ ആരെങ്കിലും ദേഹം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? ഇവര് വൈകുണ്ഠത്തിലേക്ക് പോയി. പരന്തു വൈകുണ്ഠത്തോ യഹാഹി ഹോത്താഹി ഊപ്പർമേ നഹി. ബാബ പറയാണ് വൈകുണ്ഠത്തിലേക്ക് എവിടെ പോവാനാണ്? അല്ലെ? വൈകുണ്ഠം ഇവിടെ തന്നെയാണുള്ളത്, ഈ ഭാരതം തന്നെയാണ് വൈകുണ്ഠമായിരുന്നത്, മുകളിലല്ല. तो आज जो ये पतित लोग हैं वो फिर पावन लोग हो जाएगा. ബാബ പറയാണ് ഈ പതീതമായ ലോകം തന്നെയാണ് നാളെ വൈകുണ്ഠമാകുന്നത്, അമരലോകമാകുന്നത്. അതായത് ഈ പതീതമായ ലോകം പാവനമായ ലോകമായിട്ട് മാറും. പാവൻ ലോകത അഭി പാസ്റ്റ് പോകുകയാണ്. പാവനമായ ലോകം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴെന്ത് സംഭവിച്ചു? അത് ഭൂതകാലമായി കഴിഞ്ഞു. ഇസ്ലിയേ കഹാ ജാതാ ഹൈ പരലോക. അല്ലെ? ബാബ പറയാണ് അതുകൊണ്ടാണ് പറയുന്നത് പരലോകം. അല്ലെ? പരലോകമാണ് ആത്മാക്കളുടെ നിവാസസ്ഥാനം. പരേത്തോ ഹോകെ. പരലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഉപരിയായിരിക്കുന്ന ലോകമാണ്. ഈ ലോകത്തിന് വളരെ ദൂരെയുള്ള ലോകം, വളരെ ഉപരിയായിരിക്കുന്ന ലോകം എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിലെ ശബ്ദ കോലാഹലങ്ങൾക്കൊന്നും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, അത്രയും മൈലുകൾക്ക് അപ്പുറത്താണ്. അല്ലെ? ആ ലോകം എന്താണ്? നിശബ്ദതയുടെ ലോകമാണ്. അവിടെ സങ്കല്പങ്ങളില്ല, അല്ലെ? വാക്കുകളില്ല, ചലനങ്ങളില്ല.
तो भारत स्वर्ग था अभी नरक है तो സ്വർഗ അഭി പരെ ഹോ ഗയേ അല്ലെ ബാബ പറയണേ ഭാരതം സ്വർഗമായിരുന്നു പക്ഷെ ഇപ്പോൾ നരകമായി അപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പോൾ നരകമായപ്പോൾ സ്വർഗം വളരെ വിദൂരത്തിലായി അഭി ഡ്രാമ അനുസാർ വാമ മാർഗമേ ജാത്തെ ഹെ സ്വർഗ പരെ ഹോ ജാത്തെ രാമയെ അനുസരിച്ചിട്ട് അല്ലെ സ്വർഗത്തിലുണ്ടായിരുന്ന ദേവതകള് ദ്വാപര യുഗത്തിൽ വാമ മാർഗത്തിലേക്ക് പോയി വികാരങ്ങളിലേക്ക് പോയി അപ്പോ ബാബ പറയാണ് അതുകൊണ്ട് പിന്നെ എന്താ പറയുന്നേ സ്വർഗം എന്നുള്ളത് പിന്നെ വളരെ വിദൂരത്തിലായിട്ട് മാറുകയാണ് तो अभी तुम कहते हो इसलिए परलोक कहते हैं तो अभी तुम कहते हो हम यहाँ आकर नई दुनिया में फिर से अपना राज्यभाग्य करेंगे तो ബാബ പറയാണ് അവര് സ്വർഗലോകത്തെ അല്ലെങ്കിൽ അമരലോകത്തെ തെറ്റായിട്ടാണ് പരലോകം എന്ന് വിളിക്കുന്നത് അല്ലെ അത് ശരിയായിട്ട് മനസ്സിലാക്കാതെ പരലോകം എന്ന് വിളിക്കും അപ്പൊ ബാബ പറയാണ് പാവനമായ ലോകം അല്ലെ അത് വളരെ ദൂരെയായി അല്ലെ കാരണം നമ്മള് പതിതമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാവനമായ ലോകം എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു സത്യയുഗത്തിലായിരുന്നു നമ്മളിപ്പോ കലിയുഗത്തിലാണ് അപ്പോ അത് ദൂരെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പരലോകം പരലോകം ഈ നരകത്തിന് ഉപരിയായിരിക്കുന്ന ലോകം എന്നുള്ള അർത്ഥത്തിൽ പരലോകം എന്ന് തെറ്റായിട്ട് പറയുന്നതായിരുന്നു അങ്ങനെയുള്ള എന്നുവെച്ചാല് ആ ലോകം വളരെ ഉപരിയാണ് വെച്ചാൽ ഇതിൽ നിന്ന് ദൂരെയാണ് അപ്പൊ അതേപോലെ തന്നെ ദേവതകളും ആ മാർഗത്തിലേക്ക് പോയിട്ട് ഈ ലോകം നരകമായി തീർന്നപ്പോ പിന്നെന്തായി അല്ലെ സ്വർഗം എന്നുള്ളത് വളരെ വിദൂരത്തിലായി അപ്പോഴും എന്താണ് ആ സ്വർഗത്തെ പരലോകം എന്ന് വിളിക്കുകയാണ് അഭിത്തും കഴുത്തേക്കോ യഹാ ആക്കർ നയി ദുനിയാമേ തീർച്ച അപ്ന രാജ്യഭാഗ്യ കരുകെ നമ്മൾ കുട്ടികൾക്ക് അറിയാം നമ്മൾ വീണ്ടും പുതിയ ലോകത്തിലേക്ക് വരും അവിടെ നമ്മൾ രാജ്യം ഭരിക്കും ഹറേക്ക് അപ്നിലെ പുരുഷാർത്ഥ കർത്തേ ഇവിടെ ഓരോ കുട്ടികളും സ്വയത്തിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യാണ് ജോ കരേക സോ പായിക ആരാണോ പുരുഷാർത്ഥം ചെയ്യുന്നത് അവരാണ് പ്രാപ്തികൾ നേടുന്നത് അപ്പൊ സബത്തോ നഹി കരേകെ അല്ലെ എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകാൻ പുരുഷാർത്ഥം ചെയ്യാൻ സാധ്യമല്ല അല്ലെ ആരാണ് ഈ സമയത്ത് പുരുഷാർത്ഥം ചെയ്യാനുള്ള ഭാഗ്യമുള്ളവര് അവരാണ് പുരുഷാർത്ഥം ചെയ്ത് സ്വർഗത്തിന്റെ അധിപതികളാകാനുള്ള യോഗ്യരാകുന്നത് ജോ പഠേക ലിഖേക വോഹോക വൈകുണ്ഠക നവാ ബാബ പറയുന്ന ആരാണോ പഠിക്കുന്നത് ആരാണോ എഴുതുന്നത് അല്ലെ ആരാണോ പഠിക്കുന്നതും എഴുതുന്നതും അവര് സ്വർഗത്തിന്റെ വൈകുണ്ഠത്തിന്റെ രാജാവായിട്ട് അധികാരിയായിട്ട് മാറും തും ഈ സൃഷ്ടിക്കോ സോനേക്ക ബനാത്തേക്കോ ഈ സമയത്ത് നമ്മൾ കുട്ടികള് ഈ സൃഷ്ടിയെ അല്ലെ സ്വർണിമമായ ലോകമാക്കി മാറ്റാണ് അല്ലെ സ്വർണത്തിന്റെ എന്താണ് സൃഷ്ടിയാക്കി മാറ്റിയാണ് എന്ന് വെച്ചാൽ അത്രയും ഗോൾഡൻ ഏജ് ആക്കി മാറ്റിയാണ് കരുതേ ദ്വാരിക സോനേക്കി സമുദ്രക്കെ നീച്ച് ചെല്ലുകയും ദ്വാരകം സ്വർണത്തിന്റെ കൊട്ടാരങ്ങളായിരുന്നു അല്ലെ അത് എന്താണ് വെള്ളത്തിന് താഴേക്ക് സാഗരത്തില് താഴേക്ക് പോയി എന്നാണ് പറയുന്നത് അല്ലെ താഴേക്ക് പോയി സാഗരത്തിലേക്ക് പോയി ബൈട്ടിത്തോ നഹി ഹെ ജോ നിക്കാലെങ്കെ അല്ലെ ബാബ പറയാണ് ഇനി ആ എന്താണ് ദ്വാരകയെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടേ ആരും ഇരിക്കുന്നൊന്നില്ലല്ലോ ആരെങ്കിലും എടുത്തത് പൊക്കി മുകളിലേക്ക് കൊണ്ടുവരാൻ ആളുണ്ടോ അല്ലെ ഇല്ല അപ്പൊ അങ്ങനെയാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് അതായത് സത്യയുഗത്തിലുണ്ടായിരുന്ന എല്ലാ വൈഭവങ്ങളും അല്ലെ കുറെ സമ്പത്തും എല്ലാം എന്താണ് രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും അല്ലെ സ്വർണവും ഇതെല്ലാം സാഗരത്തിന്റെ അടിത്തട്ടിൽ ധാരാളം കിടപ്പുണ്ട് അല്ലെ അതെല്ലാം വിനാശത്തിൽ എന്ത് ചെയ്യും മുകളിലേക്ക് വരും तो समुद्र के नीचे चली गई तो कोई बैठी तो नहीं है जो निकालेंगे तो ഭാരത സ്വർഗത ദേവതായി രാജ്യം കർത്തേ ഭാരത സ്വർഗമായിരുന്നു അവിടെ ദേവീ ദേവതകൾ രാജ്യം ഭരിച്ചിരുന്നു അഭിത്തോ കുച്ച് നഹി പക്ഷെ ഈ സമയത്ത് അല്ലെ എന്താണ് സ്വർഗരാജ്യവുമില്ല ദേവതകളുടെ രാജ്യവുമില്ല അല്ലെ ഇതൊന്നും തന്നെ ഇല്ല तो फिर सब कुछ सोने का बनाना पड़ेगा നാളെ ഇവിടെ സ്വർണ്ണ കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെടും അല്ലെ ബാബ പറയാണ് എല്ലാ വീടുകളും സ്വർണ്ണ കൊട്ടാരങ്ങളായിരിക്കും ऐसे नहीं कि वहां सोने का महल निकालने से निकलाएंगे ബാബ പറയാണ് ആ എന്താണ് സാഗരത്തിന്റെ അടിത്തട്ടിന്ന് ഇങ്ങനെ എന്താണ് ദ്വാരക പൊങ്ങി വന്നെന്ന് പറഞ്ഞ മാതിരി ഈ കൊട്ടാരങ്ങൾ ഉണ്ടാകില്ല അവിടെ സ്വർണ്ണ ഇഷ്ടികകൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ ഉണ്ടാകും അല്ലെ ബാബ പറയണ അവിടെ നടക്കുന്ന മണ്ണും ഒക്കെ സ്വർണമായിരിക്കും സ്വർണത്തിന്റെ ഇഷ്ടികകളായിരിക്കും
അല്ലെ ഇവിടെ നമ്മൾ ചെങ്കല്ലൊക്കെ വെട്ടിയെടുക്കുന്ന മാതിരി അവിടെ ഭൂമിയിൽ നിന്ന് സ്വർണ്ണ ഇഷ്ടികകളായിരിക്കും വെട്ടിയെടുത്തിട്ട് അല്ലെ വീടുകൾ നിർമ്മിക്കുന്നത്. ऐसे नहीं कि वहां सोने का महल निकालने से निकलाएंगे, सब कुछ बनाना पड़ेगा. ബാബ പറയുന്ന അങ്ങനെയൊന്നും കൊട്ടാരങ്ങളൊന്നും സാഗരത്തിൽ നിന്ന് പൊങ്ങി വരുന്നില്ല, ഇതൊക്കെ നിർമ്മിക്കണം. ऐसे नहीं वहां सोने के महल निकालने से निकलाएंगे, तो नशा होना चाहिए, हम प्रिंस प्रिंसेस बन रहे. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ബാബയുടെ ഈശ്വരീയ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നമ്മൾ ആരാകാനാ പഠിക്കുന്നത്? സത്യത്തിലെ രാജകുമാരി രാജകുമാരന്മാരാകാൻ വേണ്ടിയിട്ട് പഠിക്കാണ്. അപ്പൊ നമ്മള് രാജകുമാരി രാജകുമാരനാകാൻ പഠിക്കുന്ന കോളേജിലാണ് ഉള്ളത് എന്നുള്ള ലഹരി വേണം. തും രാജായി ലെനക്കിലെ പഠിക്കുകയോ, നിങ്ങള് രാജ്യഭാഗ്യം നേടാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്? രാജകുമാരി രാജകുമാരനാകാൻ വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. तो वो पास्ट जन्म में दान पुण्य करने से राजा के घर में जन्म ले प्रिंस बने. ഇവിടെയുള്ള രാജകുടുംബത്തിൽ ജനിച്ചവര് രാജകുമാരി രാജകുമാരന്മാരൊക്കെ എങ്ങനെയാണ്? അവരവരുടെ പൂർവ്വജന്മത്തിൽ ദാനപുണ്യാദികളൊക്കെ ചെയ്ത് രാജാവിന്റെ വീട്ടിൽ ജന്മം എടുത്തിട്ട് അവര് രാജകുമാരനായിട്ട് മാറി. तो ये कॉलेज कितनी अच्छी होगी. പറയണ ഈ കോളേജ് എത്ര നല്ലതാണ്. കാരണം ഈ കോളേജിന് പഠിച്ചാൽ നിങ്ങള് സത്യയുഗത്തിലെ അല്ലെ രാജകുമാരി രാജകുമാരൻ ദേവകുമാരനും ദേവകുമാരിയായിട്ട് മാറും അല്ലെ, രാജകുമാരി രാജകുമാരന്മാരായിട്ട് മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. पास्ट जन्म में दान पुण्य करने से राजा के घर में जन्म ले प्रिंस बनेंगे. तो ये कॉलेज कितनी अच्छी होगी, तो कितने अच्छे कोच आदि होंगे. അപ്പൊ ബാബ പറയാണ്, നോക്ക് സത്യയുഗത്തിലും അല്ലെ രാജകുമാരി രാജകുമാരന്മാര് പഠിക്കുന്ന കോളേജ് ആയിരിക്കും. ആ കോളേജൊക്കെ എന്ത് സൂപ്പർ കോളേജ് ആയിരിക്കും അല്ലെ, നല്ല കോച്ചൊക്കെ ഉണ്ടായിരിക്കും അവിടെ. ടീച്ചർക്ക് അച്ഛാ കോച്ച് പോകാം അല്ലെ, ടീച്ചേഴ്സിന് വേണ്ടിയും നല്ല കോച്ച് ഉണ്ടായിരിക്കും. तो सत्युग त्रेता में जो प्रिंस प्रिंसेस होंगे उनका कॉलेज कितना अच्छा होगा. അല്ലെ സത്യുഗ ത്രൈതായുഗത്തിലുള്ള അല്ലെ രാജകുമാരി രാജകുമാരന്മാരുടെ കോളേജ് അല്ലെ എത്ര അല്ലെ ആ ദൈവിക കുമാരന്മാരുടെയും അവരുടെ ആ രാജകുമാരി രാജകുമാരന്മാരുടെ കോളേജ് എത്ര നല്ലതായിരിക്കും. കോളേജ് മേ ജാതി ഹോങ്കെ, അവരും കോളേജിൽ പോകുന്നുണ്ട്. ഭാഷ തോ സീക്കെങ്കെ അല്ലെ, അവരും ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ്? ഒറ്റ ഭാഷയുള്ളൂ. സത്യത്തിലെ ഭാഷ എന്താണ്? ദേവനാഗരി ഭാഷയാണ്. അവിടെ ഒരു ഭാഷയുള്ളൂ. तो उन सत्ययुगी प्रिंस प्रिंसेस का कॉलेज और द्वापर के भिखारी प्रिंस प्रिंसेस का कॉलेज देखो. ബാബ പറയുന്ന സത്യയുഗത്തിലെ രാജകുമാരി രാജകുമാരന്മാരുടെ കോളേജും ദ്വാപരയുഗത്തിലെ വികാരി രാജകുമാരി രാജകുമാരന്മാരുടെ കോളേജും നോക്കും എങ്ങനെയുണ്ട്. तो प्रिंस प्रिंसेस बनने वालों का कॉलेज देखो. അല്ലെ ബാബ പറയാണ്, നിങ്ങളെ രാജകുമാരി രാജകുമാരന്മാരായി തീരുന്നവരുടെ കോളേജ് നോക്ക് എത്ര സാധാരണമാണ്. ഇതാണ് നിങ്ങളുടെ കോളേജ് അല്ലെ. ബാബ പറയുന്നത് ഇവിടെ പഠിച്ചിട്ടാണ് നമ്മള് സത്യത്തിലെ രാജകുമാരി രാജകുമാരന്മാരാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കോളേജ് എത്ര സിമ്പിൾ ആണ്, സാധാരണമായ സിമ്പിൾ ആയ കോളേജാണ്. പക്ഷെ സത്യയുഗത്തില് നിങ്ങളുടെ കോളേജ് രാജകുമാരി രാജകുമാരന്മാര് പഠിക്കാൻ പോകുന്ന കോളേജ് എത്ര ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. പിന്നെ ദ്വാപരയുഗത്തിലെ വികാരി രാജകുമാരി രാജകുമാരന്മാരുടെ കോളേജാണ്. അതെങ്ങനെയുണ്ടായിരിക്കും? ബാബ പറയാണ് അല്ലെ, നിങ്ങൾ സത്യത്തിലെ രാജകുമാരി രാജകുമാരന്മാരാകാൻ പോകുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിന് വേണ്ടി ഒരു 3 അടി സ്ഥലം കിട്ടാൻ എന്ത് പാടാണ് അല്ലെ. ഒരു 3 അടി സ്ഥലം ലഭിക്കാൻ എത്ര പാടുപെടും. തും ജാനത്തെ ഹോ വഹാം പ്രിൻസ് കേസെ ജാനത്തെ ഹി. കുട്ടികൾക്ക് അറിയാം അവിടെ രാജകുമാരന്മാര് ഇങ്ങനെയാണ് പോകുന്നത് കോളേജസ് അല്ലെ. സത്യത്തിലെ രാജകുമാരി രാജകുമാരന്മാര് കോളേജിൽ എങ്ങനെയായിരിക്കും പോകുന്നത് അറിയാമോ? അവിടെ പുഷ്പക വിമാനമുണ്ട്. നമ്മുടെ സങ്കല്പത്തിലൂടെയാണ് ആ വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളിൽ കയറിയിരുന്ന് സങ്കല്പിച്ചാൽ മതി, പറന്ന് പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ പുഷ്പ വിമാനത്തിൽ കയറിയിട്ടായിരിക്കും നമ്മളിങ്ങനെ അരയനൊക്കെ പോലെ നല്ല പല പല നല്ല ഭംഗിയുള്ള അല്ലെ പുഷ്പ വിമാനങ്ങളുണ്ട്. ഇവിടത്തെ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. താഴെ വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെയൊന്നും അവിടെ സംഭവിക്കില്ല അല്ലെ. അതുകൊണ്ട് അതില് കയറിയിട്ടായിരിക്കും രാജകുമാരി രാജകുമാരന്മാര് പഠിക്കാൻ പോകുന്നത്. വഹാം പൈതൽ ഭി നഹി കർണ പഡ്താ ഹി. അവിടെ നടന്നൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. മകൻ സൈനിക്കല്ലേ എയറോപ്ലെയിൻ വിടാം. അവര് അവരുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അല്ലെ പുഷ്പ വിമാനത്തിലേക്ക് കയറി അവര് പോകും.
तो वहाँ की कैसी अच्छी കോളേജസ് होगी, അവിടെ നോക്ക് എത്ര നല്ല നല്ല കോളേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. कैसे सुंदर बगीचा में आदि होंगे, അവിടുത്തെ പൂന്തോട്ടമൊക്കെ എത്ര സുന്ദരമാണ്, എത്ര മനോഹരമായ പൂന്തോട്ടമാണ് അല്ലെ. അവിടെ മഹലുകളൊക്കെ കൊട്ടാരങ്ങളൊക്കെ എത്ര മനോഹരമാണ്. കാരണം കൊട്ടാരങ്ങളൊക്കെ എന്താണ്, ഇന്ദ്രനീലം, മരതകം, മാണിക്യം, പുഷ്യരാഗം അല്ലെ, ഈ എന്താണ് ഈ രത്നങ്ങൾ കൊണ്ട് രത്നങ്ങൾ പതിച്ച് വളരെ സുന്ദരമായിരിക്കും അവിടുത്തെ കൊട്ടാരങ്ങളെല്ലാം കാണാൻ. वहां की हर चीज नई सबसे उच्च नंबर पर होती, അവിടുത്തെ ഓരോ വസ്തുവും പുതിയതാണ്, ഏറ്റവും ഉയർന്നതും നമ്പർ 1 ആണ്. तो 5 तत्व ही सदो प्रधान हो जाते हैं, അവിടെ 5 തത്വങ്ങളും സദോ പ്രധാനമായി. तुम्हारी सेवा कौन करेंगे, അവിടെ കുട്ടികളുടെ സേവനം അല്ലെ, നിങ്ങളുടെ സേവനം ആരായിരിക്കും ചെയ്യുന്നത് അല്ലെ. ഇവിടെ നിങ്ങൾ ഭാവയ്ക്ക് വേണ്ടി സേവനം ചെയ്യും, പക്ഷെ അവിടെ നിങ്ങളുടെ സേവനം ആരായിരിക്കും ചെയ്യുന്നത്. പറയുന്ന ഈ 5 തത്വങ്ങളും നിങ്ങൾ കുട്ടികളുടെ സേവനം ചെയ്യും, 5 തത്വങ്ങളും കുട്ടികളുടെ സേവനം ചെയ്യുന്നു. അച്ഛത്തെ അച്ചി ചീസ് തുമാരെ ലിയെ പൈദാ കരേ, ബാബ പറയാണ് അതായത് ഈ പ്രകൃതിയിലെ 5 തത്വങ്ങൾ കുട്ടികളുടെ സേവനം ചെയ്യും. അതായത് നല്ലതിലും നല്ല വസ്തുക്കളായിരിക്കും അവിടെ വിളയുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഇതായിരിക്കും. അവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ പണ്ട് കാലത്ത് തന്നെ ഒരു വിഷമൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കപ്പയും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പായ അല്ലെ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചക്കപ്പഴം, മാമ്പഴം ഒക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു, ഒരു വിഷവും ഇല്ലാതെ എത്ര ടേസ്റ്റ് ആയിരുന്നു അല്ലെ. അപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, അതായത് അത്രയും പണ്ട് നമ്മുടെ വീട്ടിൽ നട്ട എന്താണ് പച്ചക്കറികൾക്കൊക്കെ എന്തൊരു ടേസ്റ്റാ, പാവയ്ക്കൊക്കെ ഉണ്ടാക്കിയ എന്തൊരു രുചിയാണ് അല്ലെ, മെഴുക്കുവരട്ടിയൊക്കെ എന്ത് ടേസ്റ്റ് ആണ്. ഇപ്പോഴും നമ്മൾ ജൈവ കൃഷിയിൽ ചെയ്യുന്നതിന് ഭയങ്കര രുചിയാണ്. അപ്പോൾ സത്യോദര കാര്യം ആലോചിച്ചൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നില്ല. കാരണം സദോപ്രധാനമായ പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിയിൽ വിളയുന്ന വിഭവങ്ങളെല്ലാം നമ്പർ 1 ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള വിഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പ്രകൃതിയിലെ 5 തത്വങ്ങള് നമ്മുടെ സേവനം ചെയ്യാണ്. तो जब कोई फल बहुत अच्छा कहाँ से निकलता है तो രാജാ റാണിക്ക് സൗഗാത് വെച്ചിട്ട്, അപ്പൊ അത്രയ്ക്ക് നല്ല ഫലങ്ങളൊക്കെ, നല്ല പഴങ്ങള്, നല്ല ഫ്രൂട്ട്സ് എവിടെയെങ്കിലും വിളയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നല്ല ഫ്രൂട്ട്സ് ഒക്കെ വിളയുന്നുണ്ടെങ്കിൽ അവര് അത് രാജാവിനും റാണിക്കും പാരിതോഷികമായിട്ട് അയക്കും, ഗിഫ്റ്റ് ആയിട്ട് അയക്കും. അവിടെ ഉണ്ടായത് അല്ലെ, ചിലപ്പോ ലോറി കണക്കിന് കയറ്റി അയക്കും. എന്താണ് രാജാവിനും റാണിക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. तो जब कोई फल बहुत अच्छा कहाँ से निकलता है तो राजा रानी को सौगात भेजते हैं, यहाँ तो तुम्हारा बाप शिव बाबा है सबसे ऊंच, ഇവിടെയാണെങ്കിൽ ഏറ്റവും ഉയർന്നത് നമ്മളുടെ അച്ഛനായ ശിവബാബയാണ്. ഉनको तुम क्या खिलाएंगे അല്ലെ, ശിവബാബയാണ് ഏറ്റവും ഉയർന്നതിൽ ഉയർന്നവൻ. ശിവബാബയ്ക്ക് നമ്മൾ എന്താ കഴിപ്പിക്കുക, ये कोई भी चीज की इच्छा नहीं रखते, ശിവബാബയ്ക്കാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പോലും ഇല്ല. ഏ പൈനു ഏ ഖാവും ഏ കരും അല്ലെ, ഇത് ധരിക്കണം, ഇത് കഴിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളേ ഇല്ല. തും ബച്ചോം കോ ഭി ഇച്ഛായേ നഹി ഹോനി ചാഹിയേ, അതേപോലെ നിങ്ങൾ കുട്ടികൾക്കും അങ്ങനെയുള്ള ഇച്ഛകൾ ഒന്നും തന്നെ പാടില്ല. യഹാ സബ് കിയാ തോ വഹാ വോ കം ഹോ ജായേഗാ അല്ലെ. ഇവിടെ നമ്മള് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ പുലർത്തുകയും അതിന്റെ പുറകെ പോവുകയും ചെയ്താൽ അവിടെ നമുക്ക് സുഖം കുറയും അല്ലേ. അതുകൊണ്ട് പറയാൻ ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെ, അത് കഴിക്കണം, ഇത് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഇവിടെ വേണ്ട. അഭി തോ സാരി ദുനിയാക്ക ത്യാഗ് കർനാ ഹൈ, ഈ സമയത്ത് മുഴുവൻ ലോകത്തെയും നമ്മൾ ത്യജിക്കണം. ദേഹസഹിത് സബ് കുച്ച് ത്യാഗ്, ദേഹസഹിതം നമ്മൾ എല്ലാം തന്നെ ത്യാഗം ചെയ്യണം. വൈരാഗ്യ ആതാ ഹൈ തോ ത്യാഗ് ഹോ ജാതാ ഹൈ, നമുക്ക് വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ത്യാഗം ഉണ്ടാകും. ബാബ कहते हैं मैं तुम बच्चों को हथेली पर बहिष्ठ देने आया, ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് അല്ലെ കൈകളിൽ സ്വർഗമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, കുട്ടികളെ സ്വർഗരാജ്യഭാഗ്യം നൽകുവാനായിട്ട്
ഞാൻ വന്നിരിക്കുകയാണ്. തും ജാനത്തെ ഹോ ബാബ ഹമാരാ ഹെ, तो जरूर उनको याद करना पड़े. കുട്ടികൾക്ക് അറിയാം ബാബ നമ്മുടേതാണ് അല്ലെ. അപ്പൊ ബാബ നമ്മുടെ അച്ഛനാണ്. ആ ബാബയെ ഓർമ്മിക്കണം. जैसे कन्या की सगाई होती है तो लगन जुटती है, तो कभी नहीं कहेंगे कि पति को याद नहीं करती അല്ലെ. ഒരു കന്യകയുടെ എൻഗേജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അവൾക്ക് എന്താണ് ആ പതിയോടുള്ള ആ സ്നേഹത്തിന്റെ ലഹരി ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ എന്താണ് പതിയെ അവൾ ഒരിക്കലും മറക്കുന്നില്ല. അത് എത്തോ ലൈഫ് കാ മേൽ ഹോ ജാത്തി ഹെ. അവര് അല്ലെ അപ്പൊ എന്താണ് പതിയെ ലഭിക്കുമ്പോൾ ജീവിത പങ്കാളിയെ ലഭിക്കുകയാണ്. ആപ്പർ ബച്ചോं का मेल होता है. അതേപോലെ തന്നെ ഇവിടെ എന്താണ് അല്ലെ നമുക്ക് അച്ഛനെ ലഭിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ അച്ഛനും നമ്മൾ കുട്ടികളും, ഈ പരമാത്മാവാകുന്ന അച്ഛനും നമ്മൾ കുട്ടികളുമാണുള്ളത് അല്ലെ. ഇവിടെ നമുക്ക് ആ എന്താണ് കുടുംബ ബന്ധം ഉണ്ടായി. പരന്തു മായ ബുലാദേവി, ഇത്രയും സ്നേഹമുള്ള അച്ഛനെ നമുക്ക് ലഭിച്ചിട്ടും അല്ലെ അങ്ങനെയുള്ള അച്ഛനെ നമുക്ക് കിട്ടിയിട്ടും എന്താണ് മായ മറവി ഉണ്ടാകും. ബാബ് കഹത്തെ മുझे याद करो വർഷേക്കോ യാദ് കരും. ഇവിടെ ബാബ പറയാണ് കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ, സ്വത്തിനെ ഓർമ്മിക്കൂ. तो इसमें മുക്തി ജീവൻ മുക്തി ആജാതി. ബാബ പറയാണ് ഇതില് മുക്തിയും ജീവൻ മുക്തിയും ഉണ്ട്. फिर तुमसे ये भूल क्यों होता है, क्यों जाता है. അപ്പൊ ബാബ പറയാണ് അല്ലെ ബാബ നമുക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് നൽകുന്നു അല്ലെ. അപ്പൊ ബാബയെ ഓർമ്മിക്കണം, സ്വത്തിനെ ഓർമ്മിക്കണം. എന്നിട്ട് ഈ കുട്ടികൾ എന്താണ് മറന്നു പോകുന്നത്? इसमें बुद्धि का काम जबान से भी कुछ बोलना नहीं होता है, निश्चय करना है. ഇവിടെ ബുദ്ധി കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉറച്ച നിശ്ചയം ഉണ്ടായിരിക്കണം. ബാക്കി നമ്മൾ ഒന്നും സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. तो हम बाबा के बने हैं तो शिव बाबा पतियों को पावन बनाने वाले. നമ്മൾ കുട്ടികൾ ബാബയുടേതായിട്ട് മാറിയിരിക്കുകയാണ്. ശിവ ബാബ പതിതരെ പാവനമാക്കി മാറ്റുന്നു. कहते हैं मुझे याद करते रहो. പതിതരെ പാവനമാകാൻ വേണ്ടിയിട്ട് ബാബ എന്താ പറയുന്നത്? ഒരേ ഒരു ബാബയെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കൂ. तो इसका अर्थ ही है मनमना भव. ഇതിന്റെ അർത്ഥം എന്താണ്? मनमना भव, നമ്മുടെ മനസ്സിൽ ബാബയുടെ സ്മൃതി നിറഞ്ഞു നിൽക്കണം. तो उन्होंने फिर കൃഷ്ണ ഭഗവാൻ വാച लिख दिया है. അവര് പിന്നെ കൃഷ്ണ ഭഗവാൻ വാച എന്ന് എഴുതിയിരിക്കുകയാണ്. പതിത പാവൻ तो एक ही है. പതിത പാവനിൽ ഒരേ ഒരു ബാബയാണ്. സർവക സദ്ഗതി ദാദ ഏക്, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ഏക് കോ ഹി യാദ് കർണ, ഒരേ ഒരു ബാബയെ നമ്മൾ ഓർമ്മിക്കണം. कहते हैं मुझे एक बाप को भूलने के कारण कितनों को याद करते रहते हो. അച്ഛനായ എന്നെ നിങ്ങൾ മറന്നു പോയപ്പോ നിങ്ങൾ പിന്നെ ആരൊക്കെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? അഭി തും മുझे याद करो വികർമാജിത് രാജ ബൻ ജായേംഗെ. ഇപ്പൊ കുട്ടികൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമാജിത് രാജാവാകാൻ സാധിക്കും. വികർമാജിത് രാജ വികർമ്മി രാജാവെ ഫറക്ക്. വികർമാജിത് രാജാവിനും വികർമ്മിയായിട്ടുള്ള രാജാവിനും ഒരുപാട് വ്യത്യാസമുണ്ട്. പൂജസെ പൂജാരി ബൻ ജാത്തെ. ബാബ പറയാണ് അല്ലെ നമ്മള് വികർമാജിത് രാജാവായിരിക്കുമ്പോൾ പൂജനീയരാണ്. വികർമ്മി രാജാവാകുമ്പോൾ നമ്മൾ ആരായി തീരാണ് അല്ലെ? ബാബ പറയാണ് പൂജാരിയായിട്ട് മാറുകയാണ്. നീച്ചെ ആനഹിയെ, നമുക്ക് താഴേക്ക് വന്നേ മതിയാകും. വൈശ്യവംശ ഓർ ശൂദ്രവംശ. താഴേക്ക് വരുമ്പോ നമ്മൾ ആരായി? വൈശ്യവംശികളായി, പിന്നെ ശൂദ്രവംശികളായി. तो വൈശ്യവംശി ബന്ന മാന വാമമാർഗമേ ആന. വൈശ്യവംശിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാമമാർഗത്തിലേക്ക് പോയി. ഹിസ്റ്ററി ജോഗ്രഫി तो सारी बुद्धि में है, इस पर कहानियां भी बहुत है. നമുക്ക് സൃഷ്ടിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും ബുദ്ധിയിലുണ്ട്, അതേക്കുറിച്ച് കഥകളും. വഹാമുഖ്യക്ക് ബാധ്യനയില്ല. അവൻ സത്യത്തിൽ ആർക്കും അറ്റാച്ച്മെന്റ് ഇല്ല. ബച്ചേ ആദി ബഹുത് മൗജുമേനെ. അവിടെ കുട്ടികള് വളരെ ആനന്ദത്തിലാണ് കഴിയുന്നത്. ഓട്ടോമാറ്റിക് അച്ചി രീതി പത്തേഹി, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ അല്ലെ വളരുന്നു. ദാസ് ദാസിയോ തോ ആകെ രഹത്തേഹി, ദാസദാസികളെല്ലാം എപ്പോഴും ഉണ്ടായിരിക്കുന്നു. तो अपने तकदीर को देखो, हम ऐसे कॉलेज में बैठे हैं. അല്ലെ എത്ര ഉയർന്ന ഭാഗ്യമാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിക്കുന്നത് അല്ലെ. ബാബ പറയാണ് നമ്മളിപ്പോ അങ്ങനെയുള്ള ഒരു കോളേജിലാണ് ഇരിക്കുന്നത്. ജഹാനം ഭവിഷ്യ പ്രിൻസ് പ്രിൻസസ് ബനത്തെ ഹെ. നാളത്തെ അല്ലെ സ്വർണിമ ഭാരതത്തിൽ നമ്മൾ ആരാകും? രാജകുമാരി രാജകുമാരന്മാരായിട്ട് മാറും. അങ്ങനെയുള്ള അല്ലെ അങ്ങനെ ആകാനുള്ള കോളേജിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഫറക്തോ ജാനത്തെ ഹോ നാ, അതിന്റെ വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലേ? ബഹുത്തോക്കെ നാം ഹി ഹെ ലക്ഷ്മി നാരായൺ രാധാകൃഷ്ണൻ. നിറയെ പേർക്ക് ലക്ഷ്മി നാരായണൻ രാധാകൃഷ്ണൻ എന്നൊക്കെ പേരുണ്ട്. तो
फिर उन ലക്ഷ്മി നാരായൺ और राधे कृष्ण की पूजा क्यों करते हैं? പിന്നെ എന്തിനാണ് ലക്ഷ്മി നാരായണനെയും രാധാകൃഷ്ണനെയൊക്കെ പൂജിക്കുന്ന? പേരുണ്ടല്ലോ അല്ലേ? നാം തോ ഏക് ഹി ഹൈ, പേരൊന്നു തന്നെയല്ലേ? വഹാ യേ സ്വർഗ്ഗ മാലിക് थे. അപ്പൊ ഇവിടെയുള്ളവർക്ക് പേരുണ്ടെങ്കിലും ലക്ഷ്മി നാരായണന്റെ സത്യത്തിൽ ആരായിരുന്നു? സ്വർഗത്തിന്റെ യജമാനനായിരുന്നു, അധികാരികളായിരുന്നു. രാധകൃഷ്ണന്റെ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. अभी तुम जानते हो कि ये नॉलेज शास्त्रों में नहीं. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം ഈ നോളേജ് ശാസ്ത്രങ്ങളിലൊന്നും ഇല്ല. अभी तुम समझ गए हो यज्ञ तप दान पुण्य आदि में कोई सार नहीं. ഇപ്പോൾ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞു യജ്ഞം തപം ദാനം പുണ്യം ഇതിലൊന്നും ഒരു സാരവുമില്ല. രാമ അനുസാർ ദുനിയാക്കോ പുരാണ ഹോനായി. രാമ അനുസരിച്ച് ലോകം പഴയതായേ മതിയാകും. മനുഷ്യ മാത്രക്കോ തമോ പ്രധാൻ ബന്നായി. എല്ലാ മനുഷ്യർക്കും തമോ പ്രധാനമാകണം. ഹർ ബാത് മേ തമോ പ്രധാൻ. ഓരോ കാര്യവും ഇവിടെ തമോ പ്രധാനമാവുകയാണ്. ക്രോധ ലോഭ സബ്മേ തമോ പ്രധാൻ. അതായത് ക്രോധം ലോഭം എല്ലാ ദുർഗുണങ്ങളും അതിന്റെ ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിലേക്ക് വരികയാണ്. അതിന്റെ 100% അല്ലെ തമോ പ്രധാനതയിലേക്ക് വരികയാണ്. അല്ലെ ആളുകൾ എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യമൊക്കെ ഭയങ്കര കൂടുതലല്ലേ? അപ്പൊ പറയാം എന്റെ പറമ്പില് ഇവർക്ക് എന്താ കാര്യം, എന്തിനാണ് എന്റെ പറമ്പ് വഴി പോകുന്നത്, ഇന്ന് ഇവരെ ഇപ്പൊ വെടിവെച്ചേക്കാം എന്ന്. അങ്ങനെയാണ് മനുഷ്യന് അത്രയും നിമിഷത്തെ കൊണ്ട് ദേഷ്യം വരികയാണ്. കിത്തിനി മാരാമാരി കർത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ബഹളമാണ്. ലടുത്തേക്ക് പരസ്പരം എത്ര വഴക്കടിക്കുന്നു അല്ലെ? പറമ്പിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയും ഒക്കെ എത്ര വഴക്കുണ്ടാക്കുന്നു. ഏകതൊക്കെ കൂൻകരണമേ തേരിനെയും കർത്തേയും. വെട്ടാനും കൊല്ലാനും ഒന്നിനും ഒരിക്കലും താമസമില്ല. ഇത്രയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിമിഷം കൊണ്ട് നടത്തുന്നു. ബച്ച സമസ്ത കഹാം ബാപ് മരെ പർസാമി. അല്ലെ കുട്ടി വിചാരിക്കുന്നത് എന്താണ്? അച്ഛൻ മരിച്ചാൽ സ്വത്ത് കിട്ടുമല്ലോ, അച്ഛനെയും അല്ലെ സ്വത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ പോലും കൊല്ലാൻ മടിക്കാത്ത മക്കളായി തീർന്നിരിക്കുകയാണ് അല്ലെ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യും അല്ലെ. സ്വത്തിന് വേണ്ടിയിട്ട് അമ്മയെ കെട്ടിട്ട് തല്ലോ അല്ലെ, എന്ത് വേണമെങ്കിലും ചെയ്യാണ്, എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കും, മാതാപിതാക്കൾക്കും ഉപദ്രവം ഉണ്ടാകും. തമോപ്രധാൻ ദുനിയാക്ക അവ വിനാശം ഉണ്ടായിരിക്കും. അത്രയും തമോപ്രധാനമായി ഈ ലോകത്തിന് ഇപ്പോൾ വിനാശം സംഭവിക്കണം. ഫിർ തമോപ്രധാൻ ദുനിയ ആയി. അവർ അതിനുശേഷം സദോപ്രധാനമായിട്ടുള്ള ലോകം ഇവിടെ വരും. തമോപ്രധാനമായ ലോകത്തിന് ശേഷം സദോപ്രധാനമായ ലോകം വരും. अच्छा मीठे मीठे सिक्की लगे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों नमस्ते, रूहानी बच्चों के रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, पुण्यात्मा बनने के लिए याद की मेहनत करती है. പുണ്യാത്മാവാകുന്നതിന് വേണ്ടി ഓർമ്മയിലിരിക്കാൻ പരിശ്രമിക്കണം. सब हिसाब किताब समाप्त कर पास विद ऑनर हो इज्जत से जाना है. എല്ലാ കർമ്മ കണക്കുകളും സമാപ്തമാക്കി ബഹുമതിയോടെ പാസ്സായി അന്തസ്സോടുകൂടി നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകണം. ഇസ്ലേ കർമ്മഭോഗ് സെ ഡർനാ നഹീ. നമ്മുടെ കർമ്മഫലങ്ങളായിട്ടുള്ള കണക്കുകൾ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളുടെ രൂപത്തിൽ വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സന്തോഷത്തോടെ ഖുഷി സെ ചുക്ത് കർണ അല്ലെ, സന്തോഷത്തോടു കൂടി നമുക്ക് അല്ലെ എല്ലാ കണക്കുകളെയും തീർക്കണം. സെക്കൻഡ് പോയിന്റ്, സദാ ഇസി നശേ മേ രഹനാ ഹൈ ഹം ഭവിഷ്യ പ്രിൻസ് പ്രിൻസസ് ബൻ രഹേ ഹൈ. അല്ലെ സദാ ഈ ലഹരിയിൽ ഇരിക്കണം. നമ്മള് ഭാവിയിലെ രാജകുമാരി രാജകുമാരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് പ്രിൻസസ് ബന്നേക്ക് കോളേജ്, ഇതാണ് പ്രിൻസ് പ്രിൻസസ് ആയിട്ട് മാറാനുള്ള കോളേജ്. വരദാനം, അജൽ സ്ഥിതി ദ്വാര മാസ്റ്റർ ദാദാ ബന്നെ വാലെ വിശ്വ കല്യാണക്കാരി ഭവ. അചഞ്ചലമായ സ്ഥിതിയിലൂടെ മാസ്റ്റർ ദാദാവായി മാറുന്ന വിശ്വമംഗളകാരി ഭവ. जो अचल स्थिति वाले हैं उनके अंदर यही शुभ भावना शुभ कामना उत्पन्न होती है कि ये भी अचल हो जाए. ബാബ പറയാണ് അചഞ്ചലമായ സ്ഥിതിയിൽ ഇരിക്കുന്ന കുട്ടികള്, അചഞ്ചലമായ മനസ്സിന്റെ സ്ഥിതിയിൽ ഇരിക്കുന്ന കുട്ടികള് അവരുടെ ഉള്ളിൽ എപ്പോഴും ഈ ശുഭഭാവന ഉണ്ടായിരിക്കും, ശുഭമായിട്ടുള്ള ആഗ്രഹം ഉൽപ്പന്നമാകും അല്ലെ. മറ്റുള്ളവരും അചഞ്ചലമാകണം, ഞാനും അചഞ്ചലമായിരിക്കുന്നു, മറ്റുള്ളവരെ അചഞ്ചലമാകണം എന്നുള്ള ആ ഒരു ശുഭഭാവനയും ശുഭമായിട്ടുള്ള ആഗ്രഹവും അവർക്ക് മറ്റുള്ളവരെ പ്രതി ഉണ്ടായിരിക്കും. അജൽ സ്ഥിതി വാലോക വിശേഷ ഗുണഹോക രഹന്തി. അചഞ്ചലമായ സ്ഥിതിയുള്ളവരുടെ വിശേഷ ഗുണമാണ് അവര് കരുണാഹൃദയരായിരിക്കും. അചഞ്ചലമായ സ്ഥിതിയുള്ളവരുടെ വിശേഷ ഗുണം എന്താണ്?
അവര് കരുണാഹൃദയരായിരിക്കും. ഹർ ആത്മാക്കെ പ്രതി സദാ ദാതാപ്പൻ കി ഭാവന. ഓരോ ആത്മാവിനെ പ്രതിയും അവർക്ക് ദാതാവിന്റെ ഭാവന ഉണ്ടായിരിക്കും. ഓരോ ആത്മാവിനെ പ്രതിയും സദാ ദാതാവിന്റെ ഭാവന ഉണ്ടായിരിക്കും. ഉनको വിശേഷ ടൈറ്റിൽ ഹി ഹെ വിശ്വ കല്യാണക്കാരി. അവരുടെ വിശേഷ ടൈറ്റിൽ ഏതാണ്? विश्व मंगलकारी. उनके अंदर किसी भी आत्मा के प्रति घृणा भाव, देश भाव, ईर्ष्या भाव या ग्लानि का भाव उत्पन्न नहीं हो सकता. അവരുടെ ഉള്ളിലെ ഒരു ആത്മാവിനെ പ്രതി അല്ലെ വെറുപ്പിന്റെ ഭാവം, ദേഷ്യത്തിന്റെ ഭാവം, അല്ലെ അസൂയയുടെ ഭാവം, ഇതൊന്നും ഉണ്ടാകുന്നില്ല. നിന്ദിക്കുന്ന അല്ലെ ഒരു നിന്ദിക്കുന്ന ഭാവം, അതൊന്നും ഒരിക്കലും അവരിൽ ഉൽപ്പന്നമാവുകയില്ല. കാരണം അവര് വിശ്വമംഗളകാരിയാണ്, അവര് കരുണാഹൃദയരാണ്. ഓരോ ആത്മാവിനെ പ്രതിയും നൽകുന്ന ഭാവനയാണ്. ഓരോ ആത്മാവിനെ പ്രതിയും അവർക്ക് ശുഭഭാവനയും ശുഭമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ അചഞ്ചലമായ സ്ഥിതിയുള്ള കുട്ടികളുടെ ആ വിശേഷ ഗുണമാണ് അവര് കരുണാഹൃദയരായിരിക്കും. അവരെ ഓരോ ആത്മാവിനെ പ്രതി ദാതാവിന്റെ ഭാവനയുള്ളവരായിരിക്കും. അവര് വിശ്വമംഗളകാരിയായിരിക്കും അല്ലെ. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആരെ പ്രതിയും വെറുപ്പിന്റെ ഭാവം, ദേഷ്യത്തിന്റെ ഭാവം, അല്ലെ വിദ്വേഷഭാവം, അല്ലെങ്കിൽ അസൂയയുടെ ഭാവം, പിന്നെ നിന്ദിക്കുന്ന ഭാവം, ഇതൊന്നും ഉൽപ്പന്നമാവുകയില്ല. സദാഹി കല്യാൺ ഭാവുക, സദാ മംഗളത്തിന്റെ ഭാവമായിരിക്കും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്ലോഗൻ ശാന്തിക്ക് ശക്തി ഹി അന്യക്കെ ക്രോധ അഗ്നിക്കോ ബുജാനേക്ക സാധനയെ. ശാന്തിയുടെ ശക്തിയാണ് മറ്റുള്ളവരുടെ ക്രോധാഗ്നിയെ അണയ്ക്കുവാനുള്ള സാമഗ്രി. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയുടെ ശക്തിയാണ് മറ്റുള്ളവരെ ക്രോധാഗ്നിയില് ജ്വലിക്കുകയാണെങ്കിൽ അത് അണയ്ക്കുവാനുള്ള സാമഗ്രി. ശാന്തിയുടെ ശക്തിയാണ്.